എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 1445 മലയാള സെഷനിലേക്ക് സ്വാഗതം. ആദ്യം ഒരു നിമിഷത്തെ മൗന പ്രാർത്ഥന. നന്ദി. നമ്മൾ വൈദ്യകീയ സുഭാഷിതങ്ങൾ എന്ന ആയുർവേദ പുസ്തകത്തിന്റെ പ്രധാനപ്പെട്ട കുറെ വിഷയങ്ങൾ അടിസ്ഥാനമാക്കി ഒരു പരമ്പരയായിട്ട് പ്രഭാഷണം നടത്തി വരികയാണ്. അപ്പൊ 2 ഭാഗങ്ങൾ കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് വരുന്നത് മൂന്നാമത്തെ ഭാഗമാണ്. അപ്പൊ അതിനകത്ത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഭക്ഷണം ആരോഗ്യ പരിപാലനത്തിൽ എന്നുള്ളതാണ്. നമുക്കറിയാം എന്താണ് അതിന്റെ ഒരു പ്രാധാന്യം എന്നുള്ളത്. ഉദരനിമിത്തം ബഹുകൃത വേഷം നമ്മൾ കേട്ടിട്ടുണ്ടാവും, എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. അപ്പൊ അത്രത്തോളം പ്രാധാന്യം നമ്മുടെ ഈ വ്യാവഹാരിക ലോകത്തില് ഈ ഉദരത്തിനും ഭക്ഷണത്തിനും ഉണ്ടെന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ചികിത്സയിലും അത് വളരെ പ്രാധാന്യമുള്ളതെന്ന് തന്നെയാണ്. ഈ വിഷയത്തിലേക്ക് നമ്മൾ ഇതിന്റെ 2ാം ഭാഗത്തിലേക്ക് ഡോക്ടർ സേതുരാജിനെ സ്വാഗതം ചെയ്യുന്നു. അത് അങ്ങേക്ക് ഒരു 35-40 മിനിറ്റത്തേക്ക് സംസാരിക്കാം. സ്വാഗതം സാർ. നമസ്കാരം. സാറേ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാം. പ്രിയ വൈദ്യ സുഹൃത്തുക്കളെ, കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ച ഭാഗത്തിന്റെ ഒരു തുടർച്ചയാകാം എന്നാണ് കരുതുന്നത്. ഞാൻ കഴിഞ്ഞ തവണ സംഭവിച്ച പോലെ ഒരു നിരന്തരം അങ്ങ് സംസാരിച്ചു പോകുന്ന രീതിയിൽ നിന്ന് മാറി ഒരു അരമണിക്കൂറോളം സംസാരിക്കുക. അതിനുശേഷം പിന്നീട് എന്തെങ്കിലും ഒരു ചർച്ചയ്ക്കുള്ള കുറച്ച് സമയം കൂടെ കാണാം എന്നാണ് വിചാരിക്കുന്നത്. അതാവും കുറെ കൂടി ഉചിതം തോന്നുന്നു. കാര്യം കഴിഞ്ഞ തവണ പല കാര്യങ്ങളും സംസാരിക്കുന്നുണ്ടായിരുന്നു. എല്ലാവർക്കും അതിനുള്ള സാവകാശം കിട്ടാതെ വന്നൊരു സന്ദർഭം ഉണ്ടായെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പം കഴിയുന്നതും ഈ സമയത്തിനുള്ളിൽ തന്നെ ഒതുക്കി നിർത്തിക്കൊണ്ട് കാര്യങ്ങൾ പറയാൻ ശ്രമിക്കാം. നേരിട്ട് തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യങ്ങളിലേക്കാണ് പോകുന്നത്. അതിനു മുന്നേ അതിൻ്റെ പ്രാരംഭം എന്ന രീതിയിൽ സുഭാഷിതമാണല്ലോ നമ്മുടെ ഒരു വിഷയം. അപ്പം അങ്ങനെയുള്ള ഒരു നല്ല സുഭാഷിതം, അത് ചരക സംഹിതയിൽ തന്നെ ഉള്ളതൊരു സംഗതിയാണ്. ആഹാര സംഭവം വസ്തു രോഗാശ്ച ആഹാര സംഭവ ഹിതാഹിത വിശേഷാശ്ച വിശേഷ സുഖ ദുഃഖയോ. ഇതാണ് അതിന്റെ ഒരു പ്രമാണം. ഇങ്ങനെയാണ് അത്. സൂത്രസ്ഥാനം എന്ന് പറയുന്ന ചരക സംഹിത എന്ന് പറഞ്ഞ ഗ്രന്ഥം ആയുർവേദത്തിന്റെ ഒരു അടിസ്ഥാന ഗ്രന്ഥങ്ങളിൽ പെട്ടതൊന്നാണ്. പ്രത്യേകിച്ച് ഈ കായ ചികിത്സ അല്ലെ, ജനറൽ മെഡിസിന് തത്തുല്യമായ വിഭാഗങ്ങൾ, ശല്യാന്തര വിഭാഗത്തിൽ അത്ര പ്രാധാന്യമില്ലാതെ എന്നാൽ മരുന്നുകൊണ്ട് മറ്റു ചികിത്സാ ഉപക്രമങ്ങൾ കൊണ്ട് രോഗങ്ങൾ ഭേദമാക്കുന്നതിനെ പറ്റിയിട്ടുള്ള ഒരു വിഭാഗം. അതിനെ കായ ചികിത്സ, പ്രത്യേകിച്ച് ദഹനശക്തിയും ക്രമീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അഗ്നിയുടെ ശക്തിയെ നിലനിർത്തിക്കൊണ്ട് ആരോഗ്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് അടിസ്ഥാനമായി അവിടെ നടക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ആധികാരിക ഗ്രന്ഥമാണ് ചരക സംഹിത. അതിൽ പറയപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ശാസ്ത്ര ഭാഗമാണ് ഞാനിപ്പോൾ ഉദ്ധരിച്ചത്. ആഹാര സംഭവം വസ്തു രോഗശ്ച ആഹാര സംഭവ ഹിതാഹിത വിശേഷാത്തു വിശേഷ സുഖ ദുഃഖയോ. അപ്പം സുഖവും ദുഃഖവും എന്നുള്ള 2 അവസ്ഥകളാണ് ജീവിതത്തിലുള്ളത്. അപ്പം ഈ ശരീരം എന്ന് പറയുന്നത് ആഹാര നിർമ്മിതമാണ്. ഈ ശരീരത്തിലുണ്ടാകുന്ന രോഗങ്ങളും ആഹാരത്തിന്റെ ഉൽപ്പന്നങ്ങൾ തന്നെയാണ്. എന്താണ് നമ്മൾ എന്ത് കഴിക്കുന്നത് നാം അതായി തീരുന്നു. നേരാവണ്ണം ശരീരത്തിൽ ദഹിച്ച് പചനം ചെയ്ത് ആഗിരണം ചെയ്യപ്പെടുന്ന ഭക്ഷണമാണ് നമ്മുടെ ശരീരത്തിന്റെ ഘടകങ്ങളായി മാറുന്നത്. അപ്പം അതിനെ നിലനിർത്തുന്ന ആ ഒരു ദഹന പചന പ്രക്രിയയുടെ ഏറ്റവും ആണിക്കല്ല് എന്ന് പറയാവുന്നത് ദഹനശക്തി വിശേഷമാണ്. അങ്ങനെ ആയുർവേദത്തിൽ അഗ്നി എന്നും ജഠരാഗ്നി എന്നും ഔദര്യാഗ്നി എന്നും ഒക്കെ പറയുന്നു. അപ്പൊ അതിനെ പരിരക്ഷിച്ചുകൊണ്ട് വേണം ഭക്ഷണം കഴിക്കാൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇപ്പൊ കഴിക്കപ്പെടുന്ന ആഹാരത്തിന്റെ ഗുണഗണങ്ങളോടൊപ്പം തന്നെ പ്രാധാന്യമുണ്ട് ഈ കഴിക്കപ്പെടുന്ന ആഹാരത്തെ ആഗിരണം ചെയ്ത് ശരീരത്തിന്റെ സ്വന്തമാക്കാൻ ഉള്ള ശരീരത്തിന്റെ ക്ഷമതയും. അതുകൊണ്ടാണ് അപ്പൊ ഇതിന് തുല്യ പ്രാധാന്യമാണ്. സിസ്റ്റത്തിനും പ്രാധാന്യമുണ്ട്, സംവിധാനത്തിനും പ്രാധാന്യമുണ്ട്. സംവിധാനത്തിലേക്ക് ഉപയോഗിക്കപ്പെടുന്ന വസ്തുക്കൾക്കും ബാഹ്യമായ വസ്തുക്കൾക്കും തുല്യ പ്രാധാന്യമുണ്ട്. ഒന്ന് മറ്റൊന്നിനേക്കാൾ പ്രധാനമോ അപ്രധാനമോ എന്നുള്ളതല്ല, ദഹനശക്തി ഉള്ളത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ വിശപ്പിനൊത്ത ആഹാരം കഴിക്കണം എന്നൊരു സാമാന്യ നിർദ്ദേശം പറയാറ്. വിശപ്പുള്ളതിനനുസരിച്ച്. അപ്പൊ വിശപ്പ് ശരിക്കും നേരത്തെ പറഞ്ഞ പോലെ ശരീരത്തിന്റെ ഒരു സൂചനയാണ്. നമുക്ക് വീണ്ടും പറഞ്ഞ ആ ശാസ്ത്രഭാഗത്തിലേക്ക് തന്നെ തിരികെ വരാം. ആഹാര സംഭവം വസ്തു. അപ്പം നേരാവണ്ണം വേണ്ടവണ്ണം കഴിക്കപ്പെട്ട് നേരവണ്ണം ആഹരിക്കപ്പെട്ട് ആഗിരണം ചെയ്യപ്പെടുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ തന്നെ ശരീരത്തിന്റെ ഭാഗമായി തീർന്ന് അത് ആരോഗ്യത്തിന് കാരണമാകുന്നു. ആഹാര സംഭവം വസ്തു എന്ന് പറഞ്ഞാൽ ഇവിടെ ശരീരം തന്നെയാണ്. അപ്പൊ ശരീരത്തിന്റെ നിർമ്മാണത്തിനുള്ള അടിസ്ഥാനമായിട്ടുള്ള ഘടകങ്ങൾ ആഹാരം തന്നെയാണ്. പിന്നെയോ രോഗശ്ച ആഹാര സംഭവം. രോഗവും എന്തിന്റെ ഉൽപ്പന്നം തന്നെയാണ്? ആഹാരത്തിന്റെ ഉൽപ്പന്നം തന്നെ. അപ്പൊ എങ്ങനെയാണ് 2 ഭിന്നങ്ങളായ വസ്തുക്കൾ ഒന്നിൽ നിന്ന് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അഭ്യവഹരണം അല്ലെങ്കിൽ ശീലനം, അതിന്റെ
ഉപയോഗത്തിലുള്ള അല്ലെങ്കിൽ അതിനെ ദഹിപ്പിച്ചെടുക്കുന്നതിനുള്ള വൈഷമ്യവും സുഗമതയുമാണ് ഇതിന്റെ ഒരേ വസ്തുക്കളെ തന്നെ രണ്ടാക്കി രണ്ട് രീതിയിൽ വിഭിന്ന സ്വഭാവത്തിൽ വേറെ അത്യന്തം വിപരീത സ്വഭാവത്തിലുള്ള രണ്ട് സന്ദർഭങ്ങളാക്കി മാറ്റുന്നത്. നേരാവണ്ണം കൃത്യസമയത്ത് കഴിക്കുകയും കൃത്യ അളവിൽ കഴിക്കുകയും കൃത്യമായി ആഗിരണം ചെയ്യപ്പെടുന്ന ആഹാരം ശരീരം ബലത്തെ നൽകുന്ന ശരീരത്തിന്റെ ഘടകങ്ങളായി മാറുന്നു. എന്നാൽ അത് നേരാവണ്ണം അസമയത്തും അകാലത്തിലും കൃത്യമായ അളവിലല്ലാതെയും ഒക്കെ കഴിക്കപ്പെടുന്നത് ഭക്ഷണങ്ങൾ എന്തായി മാറുന്നു, രോഗത്തിന് ഹേതുവായി തീരുന്നു എന്നുള്ളതാണ് എൻ്റെ പൊതു താല്പര്യം. ആഹാര ഹിതാഹിത വിശേഷാദത്തു. ഇതില് ഹിതവും അഹിതവും എന്ന് രണ്ട് വാക്കുണ്ട്. ഹിതം എന്നുള്ളത് ഹോൾസം, സമഗ്രമായിട്ടുള്ള ആരോഗ്യകരമായിട്ടുള്ള ശരീരത്തിന് ഗുണത്തെ നൽകുന്ന രീതിയിലുള്ള ഭക്ഷണ പദാർത്ഥം. അപ്പം അതാണ് ഹിതമായിട്ടുള്ളത്. പിന്നെയോ അഹിതമായിട്ടുള്ളവ അൺഹോൾസം ആയിട്ടുള്ളത്, അതായത് പോഷക സമൃദ്ധിയൊന്നും ഉണ്ടാവില്ല, ശരീരത്തിന് ഗുണകരമായ പ്രയോജനത്തെ ചെയ്യുന്നതുമല്ലാത്ത രീതിയിലുള്ള ആഹാര രീതിയിലുള്ള പദാർത്ഥങ്ങൾ. അപ്പോൾ ഹിതാഹിത വിശേഷാത്തു വിശേഷ സുഖദുഃഖയോ സുഖം എന്നുള്ളതും ദുഃഖം എന്നുള്ളതും തിരിയുന്നത് ഈ കഴിക്കപ്പെടുന്ന ആഹാരത്തിന്റെ സ്വഭാവത്തിനനുസരിച്ചിരിക്കും. ആരോഗ്യകരമായ പോഷകസമൃദ്ധമായ ആഹാരം അത് മാത്രമല്ല, അത് നേരാവണ്ണം വിനിയോഗിക്കപ്പെട്ട് കഴിഞ്ഞാൽ, ആഗിരണം ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ശരീരത്തിൽ ആരോഗ്യം പ്രദാനം ചെയ്യുന്നു. എന്നാൽ അത് അനാരോഗ്യത്തിന് കാരണമാകുന്നത് അതേ വസ്തുക്കൾ തന്നെ വേണ്ടവണ്ണം വിനിയോഗിക്കപ്പെടാതെയോ ആഗിരണം ചെയ്യപ്പെടാതെയോ ചെയ്യുമ്പോഴാണ് എന്നുള്ളതാണ് എൻ്റെ വസ്തുത. ഉദാഹരണം എടുത്തു നോക്കിയാൽ നമ്മൾ കഴിക്കുന്ന ആഹാരം തന്നെ, പാല് വളരെ പോഷകസമൃദ്ധിയുള്ളതാണെന്ന് പറയുമ്പോൾ പാല് നേരാവണ്ണം ദഹിച്ചാൽ ശരീരത്തിന് പുഷ്ടിയെ നൽകുന്നു. ഒരു സമഗ്രമായ പുഷ്ടിക്ക് നൽകുന്ന ഏറ്റവും സമീകൃതമായിട്ടുള്ള ഒരു ഭക്ഷണ പദാർത്ഥത്തിന് ഉദാഹരണമായി പറയപ്പെടുന്നുണ്ട്. പക്ഷെ ആ പാല് പോലും നേരാവണ്ണം ദഹനശക്തി ഇല്ലാത്ത വേളയിൽ കഴിക്കപ്പെട്ടു കഴിഞ്ഞാൽ ശരീരത്തിന് പ്രയോജനകരമാവുകയല്ല ചെയ്യുക, പകരം ശരീരത്തിന് അപായകരമാവുന്ന രീതിയിൽ മാറുന്നതായി നമ്മൾ കണ്ടുവരും. നമ്മുടെ അനുഭവങ്ങളും അതാണ്. അപ്പൊ അതുകൊണ്ട് വളരെ പ്രധാനമായ രണ്ട് കാര്യങ്ങൾ വീണ്ടും ഒന്നുകൂടി ഉറപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞതിന്റെ ബാക്കിയിലേക്ക് കിടക്കാം. അതായത് ഭക്ഷണ പദാർത്ഥങ്ങളോടൊപ്പം തന്നെ പ്രധാനമാണ് ഭക്ഷണത്തെ വിനിയോഗിക്കുന്ന ശരീരത്തിന്റെ ആ ഒരു ദഹനഭജന സംവിധാനത്തിന്റെ കാര്യക്ഷമത. അപ്പൊ കാര്യക്ഷമമായിട്ട് ദഹനഭജന സംവിധാനം ഉറപ്പാക്കുന്നത് ഒരത്യാവശ്യമാണ്. ഇത് പോഷകസമൃദ്ധിയുള്ള ആഹാരം ഉറപ്പാക്കുന്നതോടൊപ്പം തന്നെ പ്രധാനമാണ് ഈ ദഹനഭജന സംവിധാനത്തിന്റെ കാര്യക്ഷമത ഉറപ്പാക്കുന്നത്. അപ്പം അതിനെ വളരെ പെട്ടെന്ന് സ്വാധീനിക്കാൻ പറ്റുന്ന പല ഘടകങ്ങൾ ഒന്ന് വ്യായാമമാണ്. അത് വളരെ കൃത്യമായ രീതിയിലുള്ള, അതും അമിതമാകാതെയും അല്പമാകാതെയും കൃത്യമായിരിക്കുക. ആയുർവേദം സ്വതവേ കാര്യങ്ങളിലൊക്കെയും പറയുന്നത് എല്ലാത്തിൻ്റെയും ഒരു ബാലൻസ് ആണ്. അതായത് ഒന്നും അധികമാവേണ്ടതുമില്ല, ഒന്നും തീരെ കുറഞ്ഞുമാവേണ്ടതുമില്ല. ഭക്ഷണത്തിന്റെ കാര്യം പറയുമ്പോഴും പറയുന്നുണ്ട് രണ്ട് മാത്രയാണ്, അതിമാത്രാഹാരവും അല്പമാത്രാഹാരവും ഹീനമാത്രാഹാരം രണ്ടാമത് അങ്ങനെ പറയും. അതിമാത്രയിലുള്ള ആഹാരം, അളവിൽ കൂടുതലായുള്ള ഭക്ഷണം, ഓവർ നറിഷ്മെന്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയും. പിന്നെയോ ഹീനമാത്രയുള്ള ആഹാരം, അതായത് അളവിൽ കുറഞ്ഞിരിക്കുന്ന, പര്യാപ്തമായ ആവശ്യം വേണ്ടതിൽ കുറഞ്ഞിരിക്കുന്ന തോതിലുള്ള ആഹാരം, അതാണ് ഹീനം. അപ്പം രണ്ടിന്റെയും കാരണങ്ങളെ പറ്റി പറയുന്നു. ഹീനമാത്രം പുനഃസർവാനാശു ദോഷാൻ പ്രകോപയേ. ഹീനമാത്രമായിട്ടുള്ള ഭക്ഷണം സർവേഷാം വാദരോഗാണാം കാരണം താം പ്രപദ്യതേ. അല്പമാത്രയിലുള്ള അല്ലെങ്കിൽ പര്യാപ്തമായ അളവിൽ അല്ലാതെയുള്ള ഭക്ഷണം എന്ത് ചെയ്യുന്നു? ഭോജനം ഹീനമാത്രം തു ന ബല ഉപചയ ഓജസേ. ബലത്തിനും ശരീരബലത്തിനെയും, ഓജസ് എന്ന് വെച്ചാൽ വൈറ്റാലിറ്റി, അപ്പം ശരീരത്തിനുള്ള ഒരു ഉന്മേഷത്തിന് നൽകാതെ ഇരിക്കുന്നു ഏത്? അളവിൽ കുറഞ്ഞ ഭക്ഷണം. ഭോജനം ഹീനമാത്രം തു ന ബല ഉപചയ ഓജസേ. ഓജസ് എന്ന് പറഞ്ഞാൽ ഈ ശരീരത്തിന്റെ സൗഷ്ഠവം, ആകത്തുകയായിട്ടുള്ള വെൽ ബീയിങ്ങിനെയാണ്, വൈറ്റൽ ഫോഴ്സ് എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്ന രീതിയിൽ, അത് ആകത്തുകയായ ഊർജ്ജത്തിന്, രോഗപ്രതിരോധത്തിനുള്ള ക്ഷമതയൊക്കെ നൽകുന്നത് ഈ ഓജസ് ആണെന്നാണ് ആയുർവേദം മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പം ഓജസ്സിന് നൽകാൻ കഴിയാതെയാകുന്നു, ബലത്തെ നൽകാൻ കഴിയാതെയാകുന്നു. പിന്നെ ശരീരത്തിന്റെ ആകെ മൊത്തമുള്ള വളർച്ചയ്ക്കും, അതായത് ഉപചയം വെച്ചാൽ പെരുക്കം, ശരീരം പെരുകല്ല ചെയ്യും. സർവേ കാരണം തമ്മിൽ പ്രവർത്തിച്ചു ഒരുമാതിരിപ്പെട്ട തരത്തിലുള്ള ഡീജനറേറ്റീവ് രോഗങ്ങൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്ന ക്ലാസ് ഓഫ് രോഗങ്ങൾ, അതായത് ശരീരത്തിന്റെ സംബന്ധിയായ, ശോഷം എന്ന് പറഞ്ഞാൽ ട്യൂബർക്കുലോസിസ് എന്നുള്ള നേരിട്ടുള്ള ഒരു തർജ്ജമയായിട്ടല്ല മനസ്സിലാക്കേണ്ടത്. ശരീരത്തിന് വേണ്ട രീതിയിലുള്ള പോഷണം കുറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിനൊക്കെയും വരുന്ന ഒരു സംഭവത്തിനെ ഡീജനറേറ്റീവ് രോഗങ്ങളായിട്ടാണ് ആയുർവേദം മനസ്സിലാക്കുന്നത്. അതിന് അപതർപ്പണം, സന്ദർപ്പണം എന്ന് വെച്ചാൽ കൃത്യമായ തോതിലുള്ള പോഷണത്തിനെയാണ് സന്ദർപ്പണം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ കുറച്ചധികമായാലും അതിന് സന്ദർപ്പണം എന്ന് പറയുന്നു. പിന്നെയോ അപതർപ്പണം എന്ന് പറഞ്ഞാലോ കുപോഷണം അല്ലെങ്കിൽ ഹീനപോഷണം മൂലമുള്ള രോഗങ്ങളെ അപതർപ്പണം. അപ്പൊ അപതർപ്പണ രോഗം കൊണ്ട് ശരീരത്തിന് ശോഷണം സംഭവിക്കുകയും
അതിസന്തർപ്പണം മൂലം ശരീരത്തിന് പോഷണത്തിന്റെ ആധിക്യം സംഭവിക്കുകയും ചെയ്യും. ഇപ്പം നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന അധിക രോഗങ്ങളും ഈ പറഞ്ഞ അതിസമ്പൂരണം അല്ല അധികമായിട്ടുള്ള പോഷണാധിക്യം മൂലമാണ്. പോഷണാധിക്യം മൂലമുള്ള രോഗങ്ങളെയാണ് നമ്മൾ ഇന്ന് അധികവും നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ നമ്മൾ കഴിഞ്ഞ പറഞ്ഞു ഒരു ഭോജന വിധി എന്ന് പറഞ്ഞ സംഗതിയെ പറ്റി പറഞ്ഞിരുന്നു. ഭോജന വിധി വെച്ചാൽ എങ്ങനെ ഭക്ഷണം കഴിക്കണം. അപ്പൊ അത് പറയുന്നത് ഭക്ഷണം കഴിക്കുമ്പോൾ സാമാന്യേന ഉഷ്ണമായ രീതിയിൽ ചെറു ചൂടോടെ ഭക്ഷണം കഴിക്കുന്നതാണ് ഉഷ്ണമശ്നീയാത്. അശനം ചെയ്തുകൊള്ളാം, ചെറു ചൂടോടെ ഭക്ഷണം കഴിക്കണം. ഉഷ്ണമശ്നീയാത് ജീർണീയശ്നീയാത്. അപ്പം ചെറു ചൂടോടുകൂടിയുള്ള ഭക്ഷണമാണ് കഴിക്കേണ്ട. കാര്യം ഈ ചെറു ചൂടോടുള്ള ഭക്ഷണം ദഹന പ്രക്രിയയെ സുഗമമാക്കുന്നു, സഹായിക്കുന്നു, എളുപ്പത്തിലുള്ള ദഹനം. അത് നമുക്കും അറിയാവുന്നതാണ്. ഇപ്പോൾ തണുത്ത ചോറ് കഴിക്കുന്നതും ചെറു ചൂടോടെ ആവി പറക്കുന്ന രീതിയിൽ ചോറ് കഴിക്കുന്നതും തമ്മിലുള്ള അനുഭവത്തെ നമുക്ക് തന്നെ നമ്മുടെ സ്വാനുഭവത്തിൽ തന്നെ നമുക്ക് തിരിച്ചറിയാം. ചെറു ചൂടോടെ കഴിച്ചാൽ ദഹനം എളുപ്പമാണ്. അത് കുറച്ചുകൂടെ ലഘൂകരിച്ച രീതിയിൽ സംസ്കരിച്ചിട്ടാണെങ്കിൽ അത്ര എളുപ്പത്തിലാണ്. അപ്പം സ്നിഗ്ധമശ്നീയ, ഉഷ്ണമശ്നീയ, സ്നിഗ്ധമശ്നീയ. ഭക്ഷണത്തിൽ സാമാന്യേന മെഴുക്കിന്റെ അംശം പര്യാപ്തമായ അളവിൽ വേണമെന്നുള്ളതാണ് ആയുർവേദം മുന്നോട്ട് വയ്ക്കുന്നത്. ജലാംശത്തിന്റെയും ഈർപ്പത്തിന്റെയും ബാഷ്പത്തിന്റെയും ഒക്കെ അംശം, ജലാംശത്തിന്റെ അംശം അല്ലെങ്കിൽ സ്നിഗ്ധമായ ഭാവങ്ങളുടെ അംശം പര്യാപ്തമായി വേണം താനും എന്നതാണ് ആയുർവേദം. സ്നിഗ്ധമശ്നീയ, വളരെ വരണ്ടതും വളരെ ശുഷ്കിച്ചതും വളരെ ഉണക്കി വരട്ടിയതുമായിട്ടുള്ളതും പൊരിച്ചതും വറുത്തതും പോലെയുള്ള ഭക്ഷണങ്ങളൊന്നും അത്ര നിത്യം കഴിക്കേണ്ടതല്ല എന്നാണ് ആയുർവേദം എന്നല്ല എല്ലാ ശാസ്ത്രവും പറയുന്നത് അങ്ങനെ തന്നെയാണ്. അപ്പൊ ശരീരത്തിന്റെ ദഹനം സുഗമമാകണമെങ്കിൽ കുറച്ച് ഈർപ്പത്തിന്റെ അംശത്തോടുകൂടി, അതായത് നനവിന്റെ അംശത്തോടുകൂടി, സ്നിഗ്ധതയെ അങ്ക്ച്വസ്നെസ് എന്നൊക്കെ ആംഗലേയമായി തർജ്ജമ ചെയ്യാമെങ്കിൽ അതിന്റെ കൃത്യമായ ഒരു ആയുർവേദ നിർവചനം എന്ന് പറഞ്ഞാൽ യാതൊരു സംഗതിയാണോ ശരീരത്തിൽ ഈർപ്പത്തിന്റെ അംശത്തെ കൂട്ടുക അല്ലെങ്കിൽ നനവിനെ ഉണ്ടാക്കുക. അപ്പോൾ നനവ് ഈ പചനപ്രക്രിയ സുഗമമാക്കണമെങ്കിൽ എന്ത് തന്നെ വേണം? നനവിന്റെ ഒരു സാന്നിധ്യം ഉണ്ടാവണം. വളരെ വരണ്ടതും വളരെ പൊരിച്ചതുമായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ ദഹിക്കുവാൻ ക്ലേശം ഉണ്ടാക്കുന്നതാണെന്നും അത് പോഷണം അധികമായി നൽകാത്തതാണെന്നും ഒക്കെ, അല്ലെങ്കിൽ അനാരോഗ്യകരമായിട്ടുള്ള പുഷ്ടി ഉണ്ടാക്കുന്നതാണെന്ന് നമുക്ക് അനുഭവത്തിൽ നിന്ന്. അപ്പം ഉഷ്ണമശ്നീയ, സ്നിഗ്ധമശ്നീയ, അത് മാത്രാവതശ്നീയ. അളവിൽ അവനവന് പര്യാപ്തമായ അളവ് എത്ര എന്നുള്ളത് തീരുമാനിക്കണം. അത് തീരുമാനിക്കാൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു വിദഗ്ധന്റെ കയ്യിലേക്ക് നമ്മുടെ ശരീരത്തെ കൊടുക്കുന്നതിന് പകരം നമ്മൾ തന്നെ നമ്മുടെ ശരീരത്തെ ഒന്ന് കൃത്യമായി നിരീക്ഷിച്ചു കഴിഞ്ഞാൽ എത്ര കഴിച്ചാലാണ് എനിക്ക് തിക്കുമൂട്ടൽ ഉണ്ടാവാത്തത്, എത്ര കഴിച്ചാലാണ് എനിക്ക് എൻ്റെ ദൈനംദിന ശാരീരിക പ്രക്രിയകളൊക്കെ തടസ്സമില്ലാതെ ചെയ്യാൻ പറ്റുന്ന അത്രയും ഊർജ്ജം ലഭിക്കുക. അത് നമ്മളെ സ്വയം നിരീക്ഷിക്കുന്ന ഒരു ശീലം നമ്മൾ വികസിപ്പിച്ചെടുത്ത് നമുക്ക് സ്വയം തന്നെ തീരുമാനിക്കാവുന്നതാണ്. അപ്പൊ അതിന് ചില കഴിച്ച ആഹാരം അളവിൽ കൂടിയോ അല്ലെങ്കിൽ കൃത്യമായ അളവിലായോ എന്ന് അറിയാൻ വേണ്ടി പല പല മാർഗങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചതുപോലെ ജീർണാഹാര ലക്ഷണം എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. മുന്നേ കഴിച്ച ആഹാരം ദഹിച്ചു കഴിഞ്ഞു എന്ന് സൂചന നൽകുന്ന ചില ലക്ഷണങ്ങൾ. ഇതൊന്നും ഒരു വലിയ സാങ്കേതിക പരിജ്ഞാനമുള്ള ഒരാൾക്ക് മാത്രം മനസ്സിലാക്കേണ്ട നിലയിൽ അത്ര ക്ലിഷ്ടമൊന്നും, വളരെ ലളിതമാണ്. അതിന്റെ ലക്ഷണങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഉദ്ഗാരശുദ്ധി, കഴിച്ച ഭക്ഷണത്തിന്റെ ആ മണവും രുചിയും ഒന്നും ഏമ്പക്കത്തിൽ തികട്ടി വരാതെ ഇരിക്കുക. അപ്പൊ അതാണ് ഉദ്ഗാരം. ചില തേട്ടലിനെയാണ് ഉദ്ഗാരം ശുദ്ധമായിരിക്കണം. കഴിച്ച ആഹാരത്തിന്റെ രുചിയും മണവും ഒന്നും അനുസ്മരിപ്പിക്കുന്ന രീതിയിലാവരുത്. അങ്ങനെ അതിനൊന്നും അനുബന്ധമില്ലാത്ത രീതിയിൽ അതിൽ നിന്നും മുക്തമായ രീതിയിലുള്ള ഏമ്പക്കം വരുന്നു എങ്കിൽ അതൊരു സാമാന്യ സൂചനയെ കാണാം. മുൻപ് കഴിച്ച ആഹാരം ദഹിച്ചു കഴിഞ്ഞു എന്നുള്ളത് പ്രാഥമികമായ സൂചനയായിട്ട് അതിനെ ഉദ്ഗാരശുദ്ധി. ഉത്സാഹ, പിന്നെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ സാമാന്യമായിട്ട് ഭക്ഷണം കഴിച്ച് തൊട്ടുടനെ നമുക്കൊരു ചെറിയൊരു ക്ഷീണം, അതിന് അന്നക്ലവം എന്നൊക്കെയാണ് പറയുന്നത്. ശരീരം ഭക്ഷണം ഉള്ളിൽ ചെന്നതിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ചെറിയൊരു തളർച്ചയും അതൊന്നും മാറിക്കെട്ടി ശരീരം കുറച്ച് ലഘുവായി ഉദ്ഗാരശുദ്ധി ഉത്സാഹം, ഒരു ഉന്മേഷമൊക്കെ വന്നു തുടങ്ങുന്നു. ഉദ്ഗാരശുദ്ധി ഉത്സാഹം, വേഗോത്സർഗോ യഥോചിതം. പിന്നെ മലമൂത്രങ്ങളും, പിന്നെ ഇത് ഈ പറഞ്ഞ ചില ലക്ഷണങ്ങളൊക്കെ, ആദ്യത്തെ രണ്ട് ലക്ഷണമൊക്കെ ഈ പറഞ്ഞിട്ട് ഉടനെ തന്നെ വരാൻ സാധ്യതയുള്ള സംഗതി. പിന്നെ ഇത് ഒരു കുറച്ച് സമയത്തിന് ശേഷം വന്നു തുടങ്ങുന്ന ലക്ഷണം മലമൂത്രത്തിന്റെ വിസർജനത്തിനുള്ള ആ ഒരു പ്രേരണകളൊക്കെ വന്നു തുടങ്ങും. ഉദ്ഗാരശുദ്ധി ഉത്സാഹ, വേഗോത്സർഗോ യഥോചിതം. അതായത് സമയാസമയങ്ങൾ കൃത്യമായ സമയത്ത് തടസ്സവും ബുദ്ധിമുട്ടും ക്ലേശങ്ങളും ഒന്നും ഇല്ലാതെ മലമൂത്ര വിസർജനമൊക്കെ നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പം ലഘുത, ശരീരത്തിന് ഭക്ഷണം കഴിച്ചിട്ട് മടിയും തളർച്ചയും ഉണ്ടാകുന്ന രീതിയിലൊരു ശരീരത്തിന് ഒരു ഭാരം തോന്നുകയല്ല വേണ്ട. ശരീരത്തിന് കാര്യങ്ങളൊക്കെ വേണ്ടവണ്ണം നിർവഹിക്കുവാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ലാഘവം തോന്നണം. ലഘുത, ക്ഷുത്പിപാസാദി. പിന്നെ അടുത്ത അന്നകാലം ആകുമ്പോഴേക്ക് വിശപ്പും ദാഹവും ഒക്കെ കൃത്യമായി വന്നു എങ്കിൽ അതിന്റെ അർത്ഥം മുൻപേ കഴിച്ച ആഹാരം ദഹിച്ചു എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഇത് മാത്രമല്ല, കുറെ കൂടെ കൃത്യമായിട്ടുള്ള ഒരു ചെറിയ
ഇനി ഇത് ലക്ഷണങ്ങളുണ്ട്. അത് ഒരു 9 ലക്ഷണങ്ങളാണ് പറയുന്നത്. കുക്ഷേര പ്രപീഡനമാഹാരേണ. കുക്ഷി എന്ന് വെച്ചാൽ വയറെന്നാട്ടോ. അപ്പൊ വയറിനെ ഭക്ഷണം നിറഞ്ഞ് തിക്കുമുട്ടിയിട്ട് ഒന്നും തിക്കുമുട്ടലൊന്നും കുക്ഷേര പ്രപീഡനം, അകത്തുനിന്ന് ഇടിച്ചിട്ട് അകത്തുനിന്ന് തിക്കുമുട്ടൽ വരാത്ത രീതിയിലേ കഴിക്കാൻ പാടുള്ളൂ. അപ്പം അത് കൃത്യമായ അളവില്ല. ഞാൻ എത്ര കഴിച്ചാലാണോ എനിക്ക് വയറ്റിലും വയറിന് തിക്കുമുട്ടി ബുദ്ധിമുട്ടൊന്നും വരാത്ത രീതിയിലുള്ളത്, അത് കൃത്യമായ അളവാണ്. അത് നമുക്ക് തന്നെ നിശ്ചയിക്കാം. ഭക്ഷണം കഴിക്കുമ്പോൾ എത്ര തവി ചോറ് കഴിക്കുമ്പോഴാണ്, എത്ര അവിയലും കറികളും ഒക്കെ എത്ര ആകുമ്പോഴാണ് എനിക്ക് ഭക്ഷണം കഴിച്ചാലും ഈ കാര്യങ്ങൾക്കൊന്നും തടസ്സമില്ലാതെ വയറ്റിനും ഉദരത്തിനും ഒന്നും സമ്മർദ്ദമില്ലാതെ. കുക്ഷേര പ്രപീഡനമാഹാരേണ ഹൃദയസ്യ അനവരോധ. നെഞ്ച് ചിലപ്പോൾ വല്ലാതെ നിറച്ച് അങ്ങ് ഭക്ഷണം കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് ശ്വാസം എടുക്കാനൊക്കെ ബുദ്ധിമുട്ട് വരും. അതാണ് ഇവിടെ ഹൃദയസ്യ അനവരോധ. പാർശ്വയോരവിപാഠനം. പാർശ്വങ്ങൾ എന്ന് വെച്ചാൽ ഫ്ലാങ്കുകളാണ്. നമ്മുടെ പള്ളയ്ക്കൊന്നും ഈ ഒരു വിമ്മിഷ്ടവും തടസ്സമൊന്നും വരാം. പാർശ്വയോരവിപാഠനം. അപ്പം കുക്ഷേര പ്രപീഡനമാഹാരേണ ഹൃദയസ്യ അനവരോധ പാർശ്വയോരവിപാഠനം അനധിഗൗരവം ഉദരസ്യ. തിക്കുമുട്ടൽ മാത്രമല്ല, വയറ് സ്വന്തം ഒരു ചുമട് പോലെയായി തോന്നുന്ന രീതിയിലേക്ക് കഴിക്കരുത്. അപ്പൊ അങ്ങനെ എത്ര കഴിച്ചാലാണോ ഈ തോന്നലൊന്നും വരാതെ ഇരിക്കുന്നത്. കുക്ഷേര പ്രപീഡനമാഹാരേണ ഹൃദയസ്യ അനവരോധ പാർശ്വയോരവിപാഠനം അനധിഗൗരവം ഉദരസ്യ പ്രീണനം ഇന്ദ്രിയാണാം. ഇന്ദ്രിയങ്ങൾക്കൊക്കെ 5 ഇന്ദ്രിയങ്ങളാണ് ഉണ്ടല്ലോ. അപ്പൊ 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളും അവയ്ക്കൊക്കെയും തളർച്ച വരാതെ, അമിതമായാലും തളർച്ച വരാം, തീരെ ആയില്ലെങ്കിലും തളർച്ച വരാം. അപ്പൊ അങ്ങനെ വരാതെ ഇതൊക്കെ കർമ്മകരണ സമർത്ഥങ്ങളായി എല്ലാം വേണ്ടതുപോലെ വേണ്ടവണ്ണം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തയ്യാറായി നിൽക്കുന്നൊരവസ്ഥ. പ്രീണനം ഇന്ദ്രിയാണാം. ഇനി പറയുന്നത് വളരെ രസകരമായൊരു ലക്ഷണം കൂടെ പറയുന്നുണ്ട്. സ്ഥാനം, ആസനം, ശയനം, ഗമനം, ഉച്ഛ്വാസ പ്രച്ഛ്വാസ ഹാസ്യ സംഘദാസു സുഖാനുവൃത്തി. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നടക്കുന്നതിന് ബുദ്ധിമുട്ട് വരാതിരിക്കാൻ. സ്ഥാനം, ഒരിടത്ത് ഇരിക്കാൻ ബുദ്ധിമുട്ട്, ഒരിടത്ത് നിൽക്കാൻ വന്നു കഴിഞ്ഞാൽ ആസനം, ഒരിടത്ത് നിൽക്കാനോ ഒരിടത്ത് ഇരിക്കാനോ ആസന. ശയനം, കിടക്കുന്നതിനോ. ഗമനം, നടക്കുന്നതിനോ. ഉച്ഛ്വാസ പ്രശ്വാസം, ശ്വാസം അകത്തേക്ക് എടുക്കുന്നതിനോ ശ്വാസം പുറത്തേക്ക് എടുക്കുന്നതിനോ. ഹാസ്യസംഗതാസു, ചിരിക്കുന്നതിനോ സംസാരിക്കുന്നതിനൊന്നും തടസ്സമില്ലാത്ത രീതിയിലേ വയറ് നിറയ്ക്കാവൂ, അല്ലെങ്കിൽ വയറ് നിറയ്ക്കാവൂ എന്നുള്ളതാണ് പറഞ്ഞത്. കുക്ഷേര പ്രപീഡനമാഹാരേണ ഹൃദയസ്യ അനവരോധ പാർശ്വയോരവിപാഠനം പ്രീണനം ഇന്ദ്രിയാണാം. പിന്നെ പറഞ്ഞെന്തായിരുന്നു? സ്ഥാന, ആസന, ശയന, ഗമന, ഉച്ഛ്വാസ പ്രശ്വാസ ഹാസ്യസംഗതാസു സുഖാനുവൃത്തി. പിന്നെ പറഞ്ഞേക്കുന്ന എന്താ? സായം പ്രാതശ്ച സുഖേന പരിണമനം. ഭക്ഷണം കഴിച്ചാൽ യഥാകാലം നേരാവണ്ണം പരിണാമം സംഭവിച്ചിട്ടുണ്ടാവണം. പിന്നെ ബലവർണ്ണ ഉപജയകരത്വം, ബലവും വർണ്ണവും ഉപജയവും ഒക്കെ വരണം. ഇത് നമ്മുടെ എത്ര അളവിൽ കഴിച്ചാലാണ് നമുക്ക് ഇത് 2-3 ദിവസം നമ്മൾ നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം എത്രയാണ് എനിക്ക് പര്യാപ്തമായ അളവ്. ആ അളവിൽ തുടരാൻ പരമാവധി ശ്രമിച്ചു നോക്കിയാൽ അപ്പൊ സാമാന്യമായിട്ട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എത്ര സെർവിങ്സ് ആയാൽ ഇനി ഒന്നുകൂടെ വേണമെന്ന് തോന്നുന്നു, അപ്പോൾ നിർത്തുന്നത് ഏകദേശം നമ്മൾ അളവിലായിട്ടുണ്ടാകുന്നതിന്റെ ഒരു സാമാന്യ സൂചനയാണ്. ഒരു തവി കൂടെ വേണമെന്ന് തോന്നുമ്പോൾ നിർത്തിക്കോളാം, അല്ലെങ്കിൽ ഒരു ദോശ കൂടെ വേണമെന്ന് തോന്നുമ്പോൾ നിർത്തിക്കോളാം. അപ്പം അത് അടുത്ത സമയത്ത് കൃത്യമായ ദഹനത്തിന് സഹായിക്കും എന്നുള്ളത് എനിക്കും വ്യക്തിപരമായ അനുഭവമാണ്. എനിക്ക് ഈ പറഞ്ഞോട്ട് എൻ്റെ ഒരു ഗുരുനാഥ ഈ കാര്യം പറഞ്ഞു. ഞാൻ എൻ്റെ സ്വന്തം ജീവിതത്തിൽ അത് ആ ഗുരുനാഥയുടെ സ്വാനുഭവത്തിൽ നിന്ന് പറഞ്ഞൊരു നിർദ്ദേശമാണ്. അത് ഞാനും നടപ്പിലാക്കിയപ്പോൾ ഒക്കെ തന്നെയും എനിക്ക് ഈ അനുഭവം വന്നിട്ട് ഞാൻ പല ചികിത്സയ്ക്ക് വരുന്ന പല രോഗികളോട് ഇതൊക്കെ പറയാറുണ്ട്. അപ്പൊ അവർ കുറെയൊക്കെ ഇതിന് തയ്യാറാവുന്നവർ, സ്വയം ഈ ഭക്ഷണം മാറ്റത്തിനൊക്കെ തയ്യാറാവുന്നവർ ഇത് അവരുടെ ജീവിതത്തിൽ അനുഭവിച്ചിട്ട് അങ്ങനെ ഒരു നിയന്ത്രണം വന്നപ്പോൾ കുറച്ച് ആശ്വാസമുണ്ട്, അല്ലെങ്കിൽ ആ കുറെ അസ്വസ്ഥർക്ക് കുറവ് വന്നു കൂട്ടിച്ചേർത്ത് ഞാൻ പറയുകയാണ്. അപ്പൊ ഇത് നോക്കിയിട്ട് ഈ ഒരു ലക്ഷണത്തെ കണ്ടുകൊണ്ട് നമുക്ക് എത്ര ആഹാരം കഴിക്കാം എന്നുള്ളത് ചിട്ടപ്പെടും. ഒരു ദിവസം എത്ര ഒരു പാത്രം. അത് മാത്രമല്ല, ഇതിനകത്ത് വളരെ രസകരമായ ചില പ്രായോഗിക അനുഭവങ്ങളൂടെ പങ്കുവയ്ക്കാമെന്ന് വിചാരിക്കും. കാര്യം ഈ വലിയ വെയിലുള്ള പാത്രത്തിൽ കുറച്ച് അധികം വിളമ്പിയാലും ചെറിയ നിറവ് തോന്നും. അപ്പൊ നിറവ് തോന്നുമ്പോൾ തന്നെ നിറവും ഈ പറഞ്ഞ കൂട്ടൊരു ഈ ഭക്ഷണത്തിന്റെ സാറ്റൈറ്റി, തൃപ്തിയെ ജനിപ്പിക്കുന്ന ഒരു സംഗതി, വലിയ അളവിൽ കഴിക്കുന്ന ഒരു തോന്നൽ തന്നെ ജനിച്ചു. അതുകൊണ്ടാണ് ഈ ദഹന പ്രക്രിയയിൽ നമ്മൾ ആഹാരത്തെ പറ്റി പറഞ്ഞു, അഗ്നിയെ പറ്റി പറഞ്ഞു. അതോടൊപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് നമ്മുടെ മനോനില. മാനസികമായ സംഘർഷവും മാനസികമായ ഉദ്വേഗങ്ങളും വിഷമവും ദുഃഖവും ആശങ്കയും ചിന്തയും കൂടി കഴിക്കുമ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ ആഹരിക്കപ്പെടുന്ന അല്ലെ ഭക്ഷിക്കപ്പെടുന്ന ആഹാരം ഇനി എത്ര സമ്പന്നമാണെങ്കിലും
അത് ഈ സമ്പന്നതയുടെ ഗുണത്തെ ശരീരത്തിൽ നൽകില്ല. അപ്പൊ അത് 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 കൃത്യമായൊരു നിർദ്ദേശമായിട്ട് അതും സുഭാഷിതത്തിന്റെ രൂപത്തിൽ ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതായത് മാത്രയാച അഭ്യവഹൃതം പഥ്യം ച അന്നം ന ദീര്യതി ചിന്താശോക ഭയക്രോധ ദുഃഖശയ്യ പ്രജാകരൈഹി. നേരത്തെ മാത്ര വെച്ചാൽ അളവാ. അളവിൽ തന്നെ ആ അളവൊക്കെ തിട്ടപ്പെടുത്തി എനിക്ക് ഇത്ര മതിയെന്ന് ഞാൻ തീരുമാനിച്ചു, നാളെ തൊട്ട് കഴിക്കാൻ തുടങ്ങുക. അപ്പം ആ അളവിൽ കഴിക്കുന്നു ഞാൻ നിശ്ചയിക്കുകയും ചെയ്തു. മാത്രയാച അഭ്യവരണം ചോദിച്ചാൽ ആഹരിക്കുക അല്ലെ ഭക്ഷിക്കുക എന്ന് തന്നെ അർത്ഥം. മാത്രയ കൃത്യമായ അളവിൽ കഴിക്കപ്പെട്ടതാണെങ്കിലും മാത്രയാച അഭ്യവഹൃതം പഥ്യം ച അന്നം ന ജീരി, പഥ്യമായിട്ടുള്ളത് ഹിതകരമായിട്ടുള്ളത് ഒരു കേടുപാടുകളും ഉണ്ടാക്കാത്തതും ഏറ്റവും ആരോഗ്യകരമാണ്, നമ്മൾ ശീലിച്ചൊക്കെ ശരീരത്തിന് പൊരുത്തമായിട്ടുള്ളതുമാണെങ്കിൽ പോലും മാത്രയാച അഭ്യവഹൃതം പഥ്യം ച അന്നം ന ജീര്യതി ചിന്ത ശോക ഭയക്രോധ ദുഃഖശയ്യ പ്രജാകരൈഹി. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു മാത്രം കൃത്യമായ അളവിൽ കഴിച്ചാൽ ദഹനം ഉറപ്പാക്കാമെന്ന് പറഞ്ഞു. പിന്നെ ചിട്ടയായി ശീലിച്ച പരിചയപ്പെട്ട ആഹാരം കഴിച്ചാലും അത് ആരോഗ്യത്തെ നൽകുമെന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെ അതോടൊപ്പം തന്നെ പ്രാധാന്യത്തോടെ കാണേണ്ട ഒരു സംഗതി മനോനിലയാണ്. മാനസിക സംഘർഷത്തോടു കൂടിയിട്ടോ അല്ലെങ്കിൽ വിഷമത്തോടു കൂടിയിട്ടോ ആകാംക്ഷയോടോ കൂടി കഴിക്കപ്പെടുന്ന ആഹാരം ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള പോഷണത്തെ തീരെ ചെയ്യില്ല എന്നല്ല, പക്ഷെ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള അതും ഈ ദഹന പ്രക്രിയയെ സൂക്ഷ്മതലത്തിലും സ്ഥൂലതലത്തിലുള്ള ശരീരത്തിലുള്ള ആഹാരത്തിന്റെ പചന പ്രക്രിയയെ പ്രതികൂലമായി ബാധിക്കുന്നു എന്നുള്ളത് നമുക്ക് അനുഭവമുള്ള കാര്യം. അപ്പൊ മനോനില, അപ്പൊ ഇത് നമ്മൾ ഈ ഭോജനവിധി പറയുന്ന അവസാനം പറയുന്ന ഒരു ഭാഗത്തിലേക്ക് നമുക്ക് വരുമ്പോൾ ഇത് കൃത്യമായി മനസ്സിലാവും. അപ്പം ഉഷ്ണമശ്നീയ സ്നിഗ്ധമശ്നീയ അത് മാത്രാവതശ്നീയ അളവിൽ തന്നെ കഴിക്കണം. ജീർണീയശ്നീയ അത് മുന്നേ കഴിച്ച ആഹാരം ദഹിച്ചിട്ട് വേണം കഴിക്കാൻ. വീര്യാവിരുദ്ധമശ്നീയ പിന്നെ ഭക്ഷണത്തോട് ചേർത്ത് കഴിക്കുന്ന സംഗതികൾ പരസ്പരം പൊരുത്തം കേടില്ലാത്തവയായിരിക്കണം. പൊരുത്തമുള്ള ഭക്ഷണങ്ങൾ കൂടെ കഴിക്കും. ഇപ്പൊ പാലും മോരും കൂടെ സാധാരണ നമ്മൾ കൂട്ടിച്ചേർത്ത് കഴിക്കാറില്ല. അല്ലെങ്കിൽ ഈ പഴവർഗ്ഗങ്ങളും പാലും കൂടെ ഇപ്പം മിൽക്ക് ഷേക്ക് ഒക്കെ ധാരാളം കഴിച്ച് ശീലമുള്ള പല ആൾക്കാരുണ്ട് കേട്ടോ, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അപ്പൊ സാമാന്യമായിട്ട് ഇപ്പം മീനും മോരും കൂടെ സാധാരണ അങ്ങനെ കഴിക്കാറില്ല. അല്ലെ ചൂടേറിയ ഒരു സാധനവും തണുപ്പേറിയ ഒരു സാധനവും കൂടെ കലർത്തി കഴിക്കാറില്ല. പഴയ സാധനം തലേന്നത്തെ ഭക്ഷണം അല്ലെങ്കിൽ തലേന്നത്തത് ഒരു കാരണവശാലും കഴിക്കാൻ പാടില്ലെന്നാണ് നിർദ്ദേശം. പക്ഷെ ഇന്നത്തെ ആധുനിക ജീവിതത്തിന്റെ സമ്മർദ്ദത്തിൽ പലപ്പോഴും പല സംഗതികളും ചൂടാക്കി തണുപ്പിച്ചും ഒക്കെ കഴിക്കേണ്ട ഗതികേട് വരുന്നുണ്ട്. അത് പിന്നീട് ഈ പറഞ്ഞോട്ട് ചെറിയ അല്പലാഭം പെരുംചേതം എന്ന രീതിയിൽ ഒരു ചെറിയ രീതിയിലുള്ള ലാഭത്തിന് വേണ്ടി ശ്രമിച്ച് ദീർഘകാലത്തിൽ ഗുരുതരമായ രോഗങ്ങൾക്കുള്ള വഴിമരുന്നായി അവ മാറുന്നു എന്നുള്ളത് നമുക്ക് അനുഭവത്തിൽ കാണാവുന്ന സംഗതിയാണ്. അപ്പം പറഞ്ഞു വന്ന സംഗതി പറഞ്ഞാൽ ഭക്ഷണം കഴിക്കുന്ന വേളയിൽ അതായത് പഴകിയ കലർന്ന് അതായത് പൊരുത്തക്കേടില്ലാതെ വേണം ഭക്ഷണം കഴിക്കാൻ. അതായത് അതിന്റെ രുചി കൊണ്ട് പരസ്പരം പൊരുത്തമില്ലാത്തവ ഒരുമിച്ച് ചേർത്ത് കഴിക്കരുത്. അല്ലെങ്കിൽ ഗുണം കൊണ്ട് അല്ലെങ്കിൽ സ്വഭാവം കൊണ്ട് വിരുദ്ധമായ സാധനങ്ങൾ കലർത്തി കഴിക്കരുത്. പുളിയുള്ള സാധനം പാലും ചേർത്ത് സാധാരണ കഴിക്കാറില്ല. പായസം വെക്കുമ്പോൾ തന്നെ നമുക്കറിയാം അതൊക്കെ അത് സാമാന്യമായി ഭക്ഷണം പാചകം ചെയ്ത ഒരു ശീലമുള്ള ആൾക്കാർക്കൊക്കെ അറിയാം. അപ്പം പാല് ചേർത്ത് നമ്മൾ പായസം വെക്കും. സാധാരണ ശർക്കര അതിനകത്ത് ചേർക്കാറില്ലെന്നാണ്. ഇല്ലെങ്കിൽ ശർക്കര ചേർക്കുന്നുണ്ടെങ്കിൽ ചൂടാക്കി തിളപ്പിച്ച് അതിന്റെ മട്ട് മാറ്റിയിട്ടാണ് ചേർക്കാറ്. പലപ്പോഴും ഈ പാല് ചേർത്തുള്ള പായസങ്ങളിൽ ശർക്കര ചേർക്കുമ്പോൾ പിരിഞ്ഞു പോകുന്ന ഒരു അനുഭവം ഉണ്ടാവാറുണ്ട്. കാര്യം അതിനകത്ത് ഈ ശർക്കരയുടെ തയ്യാറെടുപ്പിലൊക്കെ ശരിക്കും ചെറിയ കുമ്മായം പോലത്തുള്ള സംഗതികളൊക്കെ ചേർക്കാറുണ്ട്. അപ്പൊ അതൊക്കെ ഇതിനെ പിരിക്കുന്നതിന് കാരണമാവാറുണ്ടെന്നുള്ള അനുഭവം ഉണ്ട് താൻ. ഒരു പ്രസിപ്പിറ്റേഷനുള്ള സാഹചര്യമുണ്ട്. അപ്പം അങ്ങനെയുള്ള പൊരുത്തം കെട്ട അതായത് ഭക്ഷണങ്ങളുടെ അല്ലെങ്കിൽ ഭക്ഷണത്തിനുള്ള വിഭവങ്ങൾ തയ്യാറാക്കുമ്പോൾ പരസ്പരം പൊരുത്തമുള്ള സാധനങ്ങൾ വേണം യോജിപ്പിക്കുക. വീര്യാവിരുദ്ധമശ്നീയ പിന്നെ ഇഷ്ടേദേശ ഇഷ്ട സർവോപകരണി. ഭക്ഷണം കഴിക്കുന്ന സ്ഥലവും പരിസരവും ഒക്കെ നമ്മുടെ മനസ്സിന് ഇണങ്ങുന്ന സ്ഥലത്തായാൽ അത്രയും നന്ന്. ചില സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് അല്ലാതെ ഒക്കെ കഴിക്കേണ്ടി വരും. പക്ഷെ സാമാന്യമായി നമുക്ക് മനസ്സിനൊരു സമാധാനമുള്ള മനസ്സിന് ഇണങ്ങുന്ന രീതിയിൽ പ്രദേശത്തും മനസ്സിന് ഇണങ്ങുന്ന ആൾക്കാരുടെ ഒരു സാമീപ്യത്തിലും ഒരു എന്താ പറയാ ഒരു സാന്നിധ്യത്തിലും ഒക്കെ ആണെങ്കിൽ ഈ ഭക്ഷണത്തിന്റെ ആ പ്രയോജനം അത്രയും കൂടെ മെച്ചപ്പെടും എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പം സ്നിഗ്ധമശ്നീയാത് ഉഷ്ണമശ്നീയാത് മാത്രാവതശ്നീയാത് ജീർണേയശ്നീയാത് വീര്യാവിരുദ്ധമശ്നീയാത് ഇഷ്ടേദേശേ ഇഷ്ട സർവോപകരണേ. പിന്നെ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന സംഗതികളൊക്കെ വൃത്തിക്കും മനസ്സിന് ഇണങ്ങുന്നതുമായ അത്രയും നന്ദി. ഇഷ്ട സർവോപകരണേ നാദിദ്രുതം നാദി വിളംബിതം വളരെ വേഗതയിൽ വലിച്ചുവാരി തിന്നുകയും ചെയ്യാൻ പാടില്ല.
ഇനി വളരെ സാവകാശത്ത് മണിക്കൂറുകളോളം തിന്നാം. അതിൻ്റെയൊക്കെ കാരണങ്ങളൊക്കെ പറയുന്നത് വളരെ വളരെ വേഗത്തിൽ വളരെ ധൃതിയിൽ കഴിച്ചു കഴിഞ്ഞാൽ ഈ സംഗതി കഴിക്കുന്ന സാധനം നേരാവണ്ണം ദഹിക്കുകയില്ല. അത് ദഹിച്ച് ചവച്ചരച്ച് അതിനെ ചവച്ചരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ പല്ലുകളും ഒക്കെ തന്നിട്ടുള്ളത്. അത് നല്ലവണ്ണം ചവച്ചരച്ച് താഴേക്ക് എത്തിച്ചാൽ മാത്രമേ ഉള്ളൂ അന്നരസത്തിന് അതിന് മേൽ വേണ്ടവണ്ണം പ്രവർത്തിച്ചിട്ട് അതിനെ നേരവണ്ണം സുഗമമായി ദഹിപ്പിക്കാൻ കഴിയുള്ളൂ. അപ്പം നേരവണ്ണം ചവച്ചരച്ചിറക്കുക. അപ്പം ഇഷ്ടമശ്നീയ നാദിദ്രുത വിളവ് വളരെ വേഗതയിൽ വലിച്ചു വരുത്തി. ഇപ്പം അപ്പൊ ഇത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ഭക്ഷണത്തിന് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്ത് വരുമ്പോൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഭക്ഷണ കാര്യത്തിൽ നമ്മൾക്ക് വളരെ ഉദാസീന മനോഭാവം അല്ലെങ്കിൽ വളരെ ഒരു നെഗ്ലിജൻസ് സാധാരണയുണ്ട്. കാര്യം നമ്മൾ മറ്റു കാര്യങ്ങളെക്കൊക്കെയാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തെന്ന് വെച്ചാൽ നമ്മൾ ഈ ജോലി എന്നും മറ്റുമൊക്കെ പറഞ്ഞ് ചെയ്യുന്ന പ്രക്രിയയുടെ അടിസ്ഥാന ലക്ഷ്യം തടസ്സമില്ലാതെ ആഹാരം ഉറപ്പാക്കുക എന്നുള്ള പ്രയത്നത്തിലാണല്ലോ നമ്മൾ അധികം പ്രാഥമികമായി. അത് കഴിയുമ്പോഴാണല്ലോ മറ്റു തലത്തിലേക്കുള്ള ആധ്യാത്മിക ഉത്കർഷവും മറ്റുമൊക്കെ വരുന്നത്. പക്ഷെ പ്രാഥമികമായി നമ്മുടെ ശരീരത്തെ നിലനിർത്തുക എന്നുള്ളതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യമാണ് ഭക്ഷണം ഉണ്ടാക്കുക, ഭക്ഷണം കിട്ടുക എന്നുള്ളത്. പക്ഷെ ആ ഭക്ഷണത്തിന് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് യാതൊരു ബഹുമാനവും യാതൊരു ആദരവും ഇല്ലാതെ എല്ലാം കഴിഞ്ഞ് വേണമെങ്കിൽ ആകാവുന്ന ഒരു പ്രക്രിയയായി നമ്മൾ ഏറ്റവും കുറച്ചു മാത്രം പ്രാധാന്യവും പരിഗണനയുമാണ് ഈ ഭക്ഷണ പ്രക്രിയ, ആഹരണ പ്രക്രിയയിൽ നൽകുന്നു എന്നുള്ളതും ഈ വേളയിൽ ഞാൻ ഓർമ്മപ്പെടുന്നത്. അപ്പം ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണത്തെ ശ്രദ്ധിച്ചുകൊണ്ട് കഴിക്കണം. അപ്പം അധികം വേഗതയിലാവുക, ഈ വളരെ താമസിച്ച് കഴിച്ചാൽ വളരെ താമസിച്ച് വളരെ സാവകാശത്തിൽ വളരെ സമയമെടുത്ത് കഴിക്കുന്നത് ഈ പൊണ്ണത്തടിക്ക് ഒരു കാരണമാണ്. വളരെ പെട്ടെന്നൊന്നും തൃപ്തി വരത്തില്ല. അപ്പൊ നമ്മളിങ്ങനെ ഇതാണ് സാധാരണ ഈ മറ്റേ ഈ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സിന്റെ ഒക്കെ ഉള്ള ആൾക്കാരുമായിട്ട് സംസാരിക്കും. പലപ്പോഴും മനസ്സിലാക്കുന്ന കാര്യം വെച്ചാൽ വളരെ സാവധാനത്തിൽ എന്തെങ്കിലും മറ്റു കാര്യങ്ങളൊക്കെ വ്യാപരിച്ചുകൊണ്ട് അതിന്റെ കൂടെ ഭക്ഷണവും കഴിച്ചു പോകുന്ന പല ആൾക്കാരും. ഇതൊക്കെ കാലാന്തരത്തിൽ വളരെ ഗുരുതരമായ രോഗാവസ്ഥകളിലേക്ക് അവരെ എത്തിച്ചേർക്കുന്നു എന്നുള്ളത് നമുക്ക് കാണാം. അപ്പം മാത്രമല്ല ഇതിനകത്ത് ഇങ്ങനെ ഈ ശ്രദ്ധയില്ലാതെ ഈ ഭക്ഷണം എന്ത് കഴിക്കുന്നു എന്ന് തിരിച്ചു പോലും അറിയാതെ ഭക്ഷണം കഴിച്ചുള്ള പ്രശ്നം വെച്ചാൽ ഇനി അതിനകത്ത് ഭയങ്കര ഗുരുതരമായ സംഗതികളൊന്നും ആലോചിക്കുക. അതിനകത്ത് ഇനി വല്ല ഈച്ചയോ പാറ്റയോ കിടന്നാൽ പോലും നമ്മൾ ശ്രദ്ധിക്കില്ല. കാര്യം നമ്മുടെ ശ്രദ്ധ മറ്റ് എന്തെങ്കിലും പത്രം വായിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നവരുണ്ട്, TV കാണുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നവരുണ്ട്. അപ്പൊ ഇതൊന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അവിടെയൊക്കെ നമ്മൾ ഈ വളരെ അവഗണനാപരമായിട്ടുള്ള നിലപാടാണ് ഈ ഭക്ഷണക്രമത. എന്നാൽ നമ്മൾ കിടന്ന് കഷ്ടപ്പെടുന്നത് മുഴുവൻ തടസ്സമില്ലാതെ അന്നം കിട്ടാൻ വേണ്ടിയിട്ടുള്ള, അല്ലെ അതുകൊണ്ട് തന്നെ അന്നത്തിനെ ഈ പറഞ്ഞോട്ട് അന്നം ബ്രഹ്മേതി ജാനീയ എന്നങ്ങനെ ഒരു കാഴ്ചപ്പാടും ഈ പൗരസ്ത്യ ദർശനങ്ങളൊക്കെ ഉണ്ട്. അന്നം വൈ ബ്രഹ്മ, അന്നം വൈ ബ്രഹ്മ എന്നിങ്ങനെ ഈ ഉപനിഷത്തുകളിലൊക്കെ പറയുന്നുണ്ട്. അപ്പം അന്നാത് ഭവതി ഭൂതാനി, അന്നത്തിൽ നിന്നാണ് ഭൂതങ്ങളെ വെച്ച് കഴിഞ്ഞാൽ ഈ ജീവജാലങ്ങളൊക്കെ ഉരുത്തിരിഞ്ഞു വരുന്ന അന്നാത് ഭവതി ഭൂതാനി പർജന്യാത് അന്ന സംഭവ, പർജന്യ മഴയിൽ നിന്ന് മഴ വരുന്നത് കൊണ്ടാണ് ഈ അന്നമൊക്കെ ഉണ്ടാകുന്നത്. ഈ അന്നം വരുന്നത് ഈ അന്നത്തിൽ നിന്നാണ് പ്രാണികളും ജീവജാലങ്ങളും ഉണ്ടാകുന്നത്. അന്ന ഭവതി ഭൂതാനി പർജന്യാത് അന്ന സംഭവ. അത് എൻ്റെ അടുത്തൊരു വരി കൂടെ ഉണ്ട് കേട്ടോ. ആ പാദം ഞാൻ ഇതിന്റെ ഇടയ്ക്ക് പറഞ്ഞു. യജ്ഞാത് ഭവതി പർജന്യ യജ്ഞ കർമ്മ സമുദ്ഭവ യജ്ഞാത് ഭവതി പർജന്യ. യജ്ഞം എന്ന് പറഞ്ഞാൽ ഈ മറ്റേ ഹോമകുണ്ടം വെച്ച് ചെയ്യണം എന്നുള്ളതല്ല സംഗതി. അങ്ങനെയും ഒരു താല്പര്യം കാണാം, അത് അങ്ങനെ കാണുന്നതിൽ തെറ്റില്ല. പക്ഷെ യജ്ഞം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിലുള്ള സമർത്ഥമായ ചെയ്താൽ അതിൽ നിന്നാണ് നമുക്ക് ഈ സംഗതിയിൽ ഉണ്ടാകുന്നത്. യജ്ഞം വെച്ചാൽ പ്രവൃത്തി തന്നെയാണ്. അവിടെ ഈ കർമ്മയോഗത്തിന്റെ ആ ഒരു ചർച്ചയിലാണ് ഭഗവത്ഗീതയിൽ ഈ ഒരു നിർദ്ദേശം വരുന്നത്. അപ്പൊ പ്രവൃത്തി ഉന്മുഖത്വത്തിനെ ഉത്തേജിപ്പിക്കാൻ വേണ്ടി പറയുന്ന ഒരു പ്രസ്താവമാണ്. അപ്പം അതുകൊണ്ടാണ് ഈ ബ്രഹ്മയജ്ഞം ഭക്ഷണ പ്രക്രിയയൊക്കെ ഇതിനെക്കുറിച്ചൊരു വലിയ തലത്തിൽ കാണണമെങ്കിൽ അതിനെ ബ്രഹ്മയജ്ഞം എന്നൊക്കെ പറയാറുണ്ട്. ബ്രഹ്മയജ്ഞം എന്നിട്ട് ഒരു പ്രാർത്ഥനയൊക്കെ പറയാറുണ്ട്. അതിന്റെ പ്രാധാന്യത്തെ പറ്റിയുള്ള അതിന്റെ സാങ്കത്യത്തെ പറ്റിയുള്ള. പക്ഷെ അത് സൂചിപ്പിക്കുന്നത് ഭക്ഷണം കഴിക്കുന്ന പ്രക്രിയയെ വളരെ വളരെ ഗൗരവമായിട്ടും ആദരവോടും വളരെ ശ്രദ്ധയോടും, ഏറ്റവും വലിയ വാക്ക് ഇതാണ്, ശ്രദ്ധ എന്നുള്ളതാണ്. അതിൽ മനസ്സ് അർപ്പിച്ചുകൊണ്ട്. കാര്യം ഇത് ആയുർവേദത്തിന്റെ ഒരു സൈക്കോസൊമാറ്റിക് ഫങ്ഷനിങ്, കോഗ്നീഷൻ, പ്രോപ്രിയോസെപ്ഷൻ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലൊക്കെ മനസ്സിന് വലിയ പ്രാധാന്യമുണ്ട്. അപ്പൊ ഈ ഏത് പ്രക്രിയയിലാണോ മനസ്സിന്റെ സംയോഗമുള്ളത് അതിന്റെ അനുഭവം പൂർണ്ണമാകുന്നതാണ്. നമ്മളൊരു മനസ്സ് ഏകാഗ്രമാക്കി സമനസ്കേന ഇന്ദ്രിയാർത്ഥം ഹി സമനസ്കേന ഗൃഹ്യതേ,
നമ്മൾ ഇപ്പൊ കേട്ടോണ്ടിരിക്കുന്ന പല സംഗതി തന്നെ ഇപ്പം ഈ ഈ കേൾവിയിൽ ആ ശബ്ദത്തിൽ നമ്മുടെ മനസ്സിൽ ലീനമാണെങ്കിൽ ഈ കേൾക്കുന്ന സംഗതി മനസ്സിൽ പതിയും. അത് പക്ഷെ കേട്ടോണ്ട് നമ്മൾ മുന്നിലിരിക്കുകയും വേറെ വിഷയങ്ങളിൽ നമ്മുടെ മനസ്സ് വ്യാപരിക്കുകയാണെങ്കിൽ ഇത് കേൾവിയും ശബ്ദവും ഒക്കെ നമ്മുടെ മനസ്സിൽ പതിഞ്ഞാൽ പോലും അത് രജിസ്റ്റേർഡ് ആവില്ല എന്നുള്ളതാണ്. അപ്പൊ ഈ ഭക്ഷണ കാര്യത്തിലും അത് തന്നെയാണ്. ഭക്ഷണ കാര്യത്തിലും കഴിക്കുമ്പോൾ ഭക്ഷണത്തെ അറിഞ്ഞുകൊണ്ട് നമ്മുടെ മനസ്സ് ഭക്ഷണത്തിൽ ഏകാഗ്രമായി കഴിക്കുന്ന ഓരോ ഇത് പറയുമ്പോൾ സാങ്കേതികമായി തിരിച്ചൊരു ചോദ്യം വരാം, ഇങ്ങനെ തന്നെയാണോ കഴിക്കുന്നത് വെച്ചാൽ പൂർണ്ണമായും ഒന്നും അങ്ങനെ അല്ലെങ്കിൽ പോലും അങ്ങനെ കഴിക്കാൻ ഇപ്പൊ പരിശീലിച്ചു തുടങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ആഹാരത്തെ തിരിച്ചറിഞ്ഞ് കഴിക്കുന്ന ആഹാരത്തിന്റെ രുചി അറിഞ്ഞത് പഴകിയതാണോ കേടായതാണോ അല്ലെങ്കിൽ തണുത്തതാണോ ഇനി അതിനകത്ത് കല്ലോ കട്ടയോ ഉണ്ടോ എന്നൊക്കെ ശ്രദ്ധയോടുകൂടി കഴിച്ചു കഴിഞ്ഞാൽ അപ്പം മനസ്സിന്റെ സംയോഗം എവിടെ നിൽക്കുന്നു അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രവൃത്തിയിലൊക്കെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആകുന്നു അല്ലെങ്കിൽ സമ്പൂർണ്ണമാകുന്നു എന്നുള്ളതാണ്. ഇന്ദ്രിയേണ ഇന്ദ്രിയാർത്ഥ സമനസ്കേന ഒരു വസ്തുവിന്റെ രുചി അറിയുന്നുവെങ്കിൽ മനസ്സ് അവിടെ ഉണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും. നമ്മൾ ഏറ്റവും ആസ്വാദികരമായ ഒരു വസ്തു നാവിന്റെ തുമ്പിലിരുന്നാലും നമ്മൾ ഫോണിൽ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ചിലപ്പം ഇതിന്റെ രുചി നമുക്ക് അറിയാൻ പറ്റാതെ. അപ്പം അധികം കാലവിളംബമില്ലാതെയും അധികം ധൃതി പിടിക്കാതെ അതിന്റെ കൃത്യമായ സമയത്ത് അപ്പോൾ ഭക്ഷണം കഴിക്കാൻ കുറച്ച് സമയം മാറ്റി വെക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ അതോടൊപ്പം വേറെ കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യം വിശപ്പിനെ ഒരു വേഗം എന്നാണ്, ഒരു നാച്ചുറൽ അർജായിട്ടാണ് പറയുന്നത്. അപ്പം ഈ അർജുകൾ സ്പോണ്ടേനിയസ്ലി ഡെവലപ്പിംഗ് ആയിട്ടുള്ള അർജുകളെ പോസിബിൾ ആയിട്ട് ഇൻഡ്യൂസ് ചെയ്യുന്നതും പോസിബിൾ ആയിട്ട് ബലാത്കാരേണ അതിനെ തടയുന്നതും ബലാത്കാരേണ അതിനെ പ്രേരിപ്പിക്കുന്നതും അനാരോഗ്യകരമാണെന്നുള്ളത് ആയുർവേദം മുന്നോട്ട് വയ്ക്കുന്ന ഒരു അതിന്റെ തനിമയാർന്ന ഒരു നിലപാടാണ്. അതിനെ വേഗം എന്ന് പറഞ്ഞ രണ്ട് തരത്തിലുള്ള വേഗങ്ങളെയാണ് പറയുന്നത്. ശാരീരിക വേഗങ്ങളും മാനസിക വേഗങ്ങളും. ഫിസിക്കൽ അർജസ് ഉണ്ട്, മെന്റൽ അർജസ് ഉണ്ട്. അതിൽ മെന്റൽ അർജസ് മേ ബി ടോൺ ഡൗൺ, അതിന് വേണമെങ്കിൽ സമ്മർദ്ദം ഒന്ന് ഒതുക്കി കഴിഞ്ഞാലും വലിയ പ്രശ്നമില്ല. പക്ഷേ ശാരീരിക വേഗങ്ങളെ വിശപ്പ് ദാഹം തുടങ്ങിയ വേഗം പലപ്പോഴും നമ്മൾ ചെയ്യുന്ന ഒരു സംഗതിയാണ്. നമ്മൾ എന്തിന് പ്രാധാന്യം വെച്ച് കഴിഞ്ഞാൽ ചെയ്യുന്ന ജോലി തീർത്തിട്ട് ഭക്ഷണം കഴിക്കാം. അപ്പം അങ്ങനെ വരുമ്പോൾ സംഭവിക്കുന്നത് ശരീരം തയ്യാറാവുന്നു, ഞാൻ ഭക്ഷണം ഉള്ളിലുള്ള സോളിഡ് ഫുഡിനെ അല്ലെങ്കിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ ദഹിപ്പിക്കാൻ ഞാൻ തയ്യാറാണെന്നുള്ള സൂചന നൽകുന്നതാണ് ഇത് വിശപ്പ്. അപ്പൊ ആ സമയത്ത് സ്രാവങ്ങളൊക്കെ അതിന് തയ്യാറായിട്ടുണ്ടാവും. അപ്പൊ ആ സമയത്ത് അത് അങ്ങോട്ട് എത്തിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് വേണ്ടവണ്ണം വിനിയോഗിച്ച് ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യും. ഇനി ഇതൊക്കെ ആ സമയത്ത് കാത്തിരിക്കും ശരീരം. വന്നില്ലെങ്കിൽ എന്ത് അതിന്റെ സ്വന്തം സാധനങ്ങളിൽ തിരികെ പോകും. ആ സമയത്തായിരിക്കും വീണ്ടും നമ്മൾ ഉച്ചയ്ക്ക് 1 മണിക്ക് വന്ന വിശപ്പ് ജോലിയൊക്കെ തീർത്തിട്ട് 2:30 ആകുമ്പോൾ കഴിക്കും. 2:30 ആകുമ്പോൾ കഴിച്ചു കഴിയുമ്പോഴത്തേക്ക് വയറ്റിൽ നേരത്തെ പറഞ്ഞ കൂട്ട് ഗ്യാസിന്റെ അസ്വസ്ഥയും നെഞ്ചരിച്ചിലും ചുടിച്ചിലും ശോധനയില്ലായ്കയും പല പ്രശ്നങ്ങളിലേക്ക് അത് ഒരു അതിന്റെ എന്താ കമ്പപ്പുരയ്ക്ക് തീ കൊളുത്തുന്നത് പോലെ ഒരു വിഷ്യസ് സൈക്കിൾ, ഒരു ഒരു ദൂഷിത ചക്രത്തിനുള്ള ഒരു തുടക്കം അവിടെ തുടങ്ങുന്നുണ്ട്. അപ്പം കൃത്യമായ സമയത്ത് വിശപ്പിനനുസരിച്ചിട്ട് ദാഹം വരുന്ന വേളയിൽ വിശപ്പ് വരുന്ന വേളയിൽ എന്നുള്ള രീതിയിൽ അപ്പം നാദിദ്രുതം നാദി വിളംബിതം അജൽപൻ ഹസൻ ചിരിച്ചും കളിച്ചുമൊന്നും അല്ല, ഭക്ഷണത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട്. അപ്പൊ നമ്മുടെ മനസ്സിന്റെ ഒരു ലയം ഭക്ഷണത്തിൽ ആക്കിക്കൊണ്ട് കുറച്ച് സമയം എടുത്തുകൊണ്ട് കഴിക്കുക. അതിനെ തിരിച്ചറിഞ്ഞു ഭക്ഷണത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട്. പിന്നെ അജൽപൻ ഹസൻ തന്മന, ഇതാണ് നേരത്തെ പറഞ്ഞ തന്മന. അവനവന്റെ മനസ്സ് കഴിക്കുന്ന ഭക്ഷണ പ്രക്രിയ, അത് ഭക്ഷണ പ്രക്രിയ അല്ല, ഇതിപ്പോ ശോധന ചെയ്യുന്ന കാര്യത്തിലാണെങ്കിൽ പോലും. അപ്പൊ ഈ പലപ്പോഴും നമുക്ക് ഈ ഭക്ഷണം ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം പോലെയുള്ള രോഗികളിലോടൊക്കെ പലപ്പോഴും ചോദിച്ചു നോക്കുമ്പോഴത്തേക്ക് ഇവർ ഈ ഭക്ഷണം കഴിക്കുന്നവരൊക്കെ വളരെ വെപ്രാളപ്പെട്ട് കഴിക്കുന്നവരാണ് സമയമൊന്നും കൊടുക്കാതെ ധൃതി വെച്ചാന്തരത്തിൽ പെടാനുള്ള. അതായത് ഈ നാച്ചുറൽ ആയിട്ടുള്ള ന്യൂറോളജിക്കൽ ആയിട്ടുള്ള അർജസ് ഉണ്ട്. ഇത് അർജുമായി ബന്ധപ്പെട്ട്, അതായത് വേഗങ്ങളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ന്യൂറോളജിക്കൽ ആയിട്ടുള്ള സർക്യൂട്ടുകളൊക്കെ ഒരു ഡിസ്റ്റർബൻസും അല്ലെങ്കിൽ ഒരു റിലേയിൽ വരുന്ന പ്രശ്നങ്ങളൊക്കെ കാലാന്തരത്തിൽ ഉണ്ടാക്കി അതിന്റെ ഋതം ഒരു ബയോളജിക്കൽ ഋതം ഡിസ്റ്റർബ്ഡ് ആവുന്നു എന്നുള്ളതാണ്. അപ്പൊ അതും ഈ പറഞ്ഞ രോഗങ്ങൾക്കൊക്കെ കാരണമാവുന്നു. അപ്പം മനസ്സ് ഭക്ഷണ പ്രക്രിയയിൽ ലയിച്ചുകൊണ്ട് വേണം ഭക്ഷണത്തിൽ ഏർപ്പെടാൻ. ആത്മാനമഭി സമീക്ഷ സമ്യക്കായിട്ട് ഇതെനിക്ക് ഗുണമാവണമല്ലോ, എനിക്ക് ഗുണമാവുമല്ലോ എന്നുള്ള ഒരു സങ്കല്പത്തോടുകൂടി കഴിക്കും. ഇതാണ് എന്റെ ഹോൾസം വേ ഓഫ് ഈറ്റിംഗ് ഫുഡ്. വേണമെങ്കിൽ അങ്ങനെ കുറച്ച് ആലങ്കാരികമായിട്ട് പറയുകയാണെങ്കിൽ ഒരു ദി ആർട്ട് ഓഫ് ബോഡി മേക്കിംഗ് എന്നോ അല്ല ആർട്ട് ഓഫ് ഈറ്റിംഗ് എന്നോ ഒക്കെ പറഞ്ഞിങ്ങനെ ആലങ്കാരികമായി പറഞ്ഞാല് അത്രയ്ക്ക് വളരെ വിശാലമായി കാണേണ്ട ഒരു സംഗതിയാണ് ഈ ഭക്ഷണ പ്രക്രിയ. അപ്പൊ ഈ ഭോജനവിധി എന്നുള്ള ചെറിയൊരു ആസ്പെക്റ്റിനെ പറ്റിയിട്ടാണ് ഇന്നിപ്പോ ഇവിടെ ചെറുതായിട്ടൊന്ന് വിശദീകരിച്ചെന്ന് തോന്നുന്നു. എനിക്ക് അനുവദിച്ചിട്ടുള്ള 1/2 മണിക്കൂർ ഏകദേശം കഴിഞ്ഞെന്ന് തോന്നുന്നു.
അല്ലെ? ഇനി ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ചർച്ചയുണ്ടെങ്കിൽ അതാവാൻ തോന്നും. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ സമയമുണ്ടെങ്കിൽ അതിന്റെ ബാക്കി കുറച്ച് കൂട്ടിച്ചേർക്കലൂടെ ആവാൻ തോന്നും. ഇങ്ങനെ ആവാമല്ലോ അല്ലേ സാറേ? ഡോക്ടറെ, ഹലോ, മനോജ് ഡോക്ടറെ, ഹലോ. ആ കേൾക്കാം സാർ, പറഞ്ഞോളൂ. അല്ല, ഈ അരമണിക്കൂർ എന്നുള്ള സമയം ആയല്ലോ അല്ലേ? അല്ല, എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ആണെങ്കിൽ അല്ല, ഇനി എന്തെങ്കിലും ഇതുമായി പറഞ്ഞതിൽ എന്തെങ്കിലുമൊക്കെ അന്നത്തെ കൂട്ടം എന്തെങ്കിലും ചർച്ച ചെയ്യാനുണ്ടെങ്കിൽ അതിലേക്ക് പോവാം. ഇനി അതല്ല അങ്ങനെ ഉണ്ടെന്നല്ലെങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് കടക്കാമായിരുന്നു. നമുക്ക് നോക്കാം സാർ. അങ്ങനെയാണെങ്കിൽ ആ, ഈ എത്രത്തോളം സംശയങ്ങളുണ്ടെന്ന് നോക്കിയിട്ട് അങ്ങോട്ട് പോകാം. അതെ അങ്ങനെയാണെങ്കിൽ അതെ അതെ, അങ്ങനെ ആവും നല്ലതെന്ന് തോന്നുന്നു. ഈ പറഞ്ഞ പോലെ തീർച്ചയായിട്ടും ഉണ്ടാവണമല്ലോ. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ഈ നഹുജ്യതേ വ്യാകരണം സുധാതുരേ എന്ന് പറയും അതെ ആഹാരം അതെ 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 അതെ. എന്ന് പറഞ്ഞ പോലെ ഇതിനകത്ത് ഇരിക്കുന്നതെല്ലാം ഭക്ഷണം കഴിച്ചിട്ടിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ശ്വേതാശ്വര ഉപനിഷത്തിലാണെന്ന് തോന്നുന്നു ആരുണി ഉദ്ദാല സംവാദത്തില് ആരുണി ഉദ്ദാലമാണ് ചോദിക്കുന്നത്, അച്ഛാ എങ്ങനെയാണ് ഈ ഭക്ഷണവും മനസ്സുമായിട്ടുള്ള ബന്ധം? അപ്പം പറയും, നീ ഒരു കാര്യം ചെയ്യും മകനെ, നീ 2 ദിവസം ഉപവസിക്കാൻ പറയും. ഉപവസിച്ചിരുന്നിരിക്കുമ്പോഴത്തേക്ക് ഉദ്ദാലൻ ശ്ലോകങ്ങൾ ചെല്ലുമ്പോൾ പറയും, അച്ഛാ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്ന്. അപ്പോൾ ഈ പറഞ്ഞ പോലെ വിശപ്പ് ആഹാരം കഴിച്ചാലേ പഠിക്കുന്നത് മനസ്സിലാവുള്ളൂ, അല്ലെങ്കിൽ പറയുന്നത് മനസ്സിലാവുള്ളൂ. നമുക്ക് ഡോക്ടർ ലതാ മനോഹറിലേക്ക് പോകാം. ഡോക്ടർ അൺമ്യൂട്ട് ചെയ്യാമോ? ആ, നന്ദി മനോജ് ഡോക്ടറെ. നന്ദി സേതുരാജ് ഡോക്ടറെ. നമസ്കാരം നമസ്കാരം ഡോക്ടർ. നമസ്കാരം. അപ്പം എൻ്റെ ക്വസ്റ്റ്യൻ കഴിഞ്ഞ തവണ തന്നെ ചോദിച്ചപ്പോൾ സാറിന് സമയം കിട്ടിയില്ലായിരുന്നു അത് പിന്നെ പറയാനായിട്ട്. എൻ്റെ ക്വസ്റ്റ്യൻ അന്നത്തെ ക്വസ്റ്റ്യൻ തന്നെ ഒരെണ്ണം ഉണ്ട്, പിന്നെ ഇനിയും വേറെയും ക്വസ്റ്റ്യൻ ഉണ്ട്. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ഈ സാത്വികം രാജസം താമസം എന്ന് പറയുന്ന മാനസിക ശാരീരികമായ അവസ്ഥ ഉള്ള വ്യക്തികൾക്ക് ആഹാരത്തെ എങ്ങനെയാണ് ക്രമീകരിച്ചിട്ട് അവരുടെ ഈ സാത്വികതയെ കൂടുതൽ പിന്നെ രാജസപ്രകൃതി ആവശ്യത്തിനും കൊണ്ടുവരാൻ പറ്റുന്ന, താമസപ്രകൃതി ആവശ്യമുണ്ടെങ്കിലും അത് ഒരു ലിമിറ്റിൽ നിൽക്കണമല്ലോ. അപ്പൊ അതിന് എങ്ങനെ ഇതൊരു നല്ല ഒരു ആഹാരക്രമത്തിലൂടെ ഈ ഈ 3 പിന്നെ അതിന്റെ പെർമിറ്റേഷൻ കോമ്പിനേഷൻ ഒക്കെ ഉള്ള അതെ 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 സ്വഭാവങ്ങളുണ്ടല്ലോ. അതെ. അപ്പോൾ അങ്ങനെയുള്ള സ്വഭാവമുള്ള ഒരു ക്യാരക്ടറെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനും എന്തൊക്കെ മാർഗമാണ്? പിന്നെ അവർക്ക് ഏതൊക്കെ ആഹാരത്തിലൂടെ ഊന്നിയാൽ അവരുടെ ഒരു ബാലൻസ് ചെയ്ത് ഈ പ്രകൃതത്തിനെ അവരവന്റെ പ്രകൃതിയെ കണ്ടുപിടിക്കാനും അതിനുള്ള ഒരു ആഹാരക്രമവും ഒന്ന് പറഞ്ഞു തരും. ഓക്കെ. ഇത് ഡോക്ടർ പറഞ്ഞ ഒരു ചോദ്യം ശരിക്കും പറഞ്ഞാൽ ആയുർവേദത്തിന്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്തിന്റെ പുറത്തുള്ള അതിനെ അധികരിച്ചുള്ള ഒരു വിഷയമാണ് ചോദിച്ചത്. അതായത് ഇതിനെ പറയണമെന്നുണ്ടെങ്കിൽ ഈ പ്രകൃതി എന്നൊരു സങ്കല്പത്തെ കൂടെ ചെറുതായിട്ടൊന്ന് പരാമർശിക്കണം തോന്നും. അപ്പൊ ഈ പ്രകൃതി അത് ആയുർവേദം 2 തരം പ്രകൃതി. ഈ കഴിഞ്ഞ ദിവസം ചർച്ചയിലും പറഞ്ഞ പോലെ ബേസിക് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ അടിസ്ഥാനപരമായ ശാരീരിക ഘടന, അത് ശാരീരികം മാത്രമായിട്ടല്ല ആയുർവേദം എന്നെ കാണുന്നത്, ശാരീരികവും മാനസികവുമായിട്ടുള്ള ഘടനാവിശേഷത്തിനെയാണ്. അതൊരു ഈ പറഞ്ഞ ആയുർവേദത്തിന്റെ സങ്കേതങ്ങള് ദോഷപ്രകൃതി, വാതപിത്ത കഫങ്ങളുടെ കലർപ്പോട് കൂടിയിട്ടുള്ളതും, പിന്നെ അതിന്റെ എല്ലാം 3ന്റെയും കലർപ്പോട് കൂടി. അപ്പം അങ്ങനെ ഒരു 7 തരം സാമാന്യമായ പ്രകൃതികളെ പറ്റി പരാമർശിക്കുന്നു. അതേപോലെ മാനസിക പ്രകൃതിയെയും പറ്റി പറയുന്നു. അപ്പം മനുഷ്യനെയും ശരീരത്തെയും പ്രത്യേകമായിട്ട് വിശദീകരിക്കുന്നു, പരാമർശിക്കുന്നുണ്ടെങ്കിൽ പോലും ഇത് രണ്ടും ഒരു എന്താ പറയാ പരസ്പരം തൊട്ടുകൂടാതെയും തീണ്ടുകൂടാതെയും തീണ്ടപ്പാടകലെ നിൽക്കുന്ന 2 വ്യത്യസ്ത സംവിധാനങ്ങളായിട്ടല്ല, ഒന്നും മറ്റൊന്നും പരസ്പര പൂരകങ്ങളായി അനുപൂരകങ്ങളായി നിൽക്കുന്ന 2 സംവിധാനങ്ങളെന്ന രീതിയിലാണ് ഇതിനെ വിശദീകരിച്ചിട്ടുള്ളത്. അതായത് ഉദാഹരണം പറഞ്ഞിരിക്കുന്നത് നെയ്യും പാത്രവും പോലെയാണ്. നെയ്യിരിക്കുന്ന അവിടെ നെയ്യ് മനസ്സായിട്ടും അതിരിക്കുന്ന പാത്രം ശരീരമായിട്ടും സാദൃശ്യപ്പെടുത്തിക്കൊണ്ടാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. അതായത് ശരീരത്തിനെ ആധാരമെന്നും ആ ആധാരമാവുന്ന ശരീരത്തിലിരിക്കുന്ന ആധേയമായിട്ട് മനസ്സിനെയും പറയുന്നത്. അപ്പൊ മനസ്സിന് വരുന്ന താപം ശരീരത്തിൽ താപത്തിന് കാരണമാവുന്നു. തിരിച്ച് ശരീരത്തിൽ വരുന്ന താപം മാനസിക താപമായി മാറും. അപ്പൊ ഇപ്പം ഈ ആധുനികമായിട്ട് ഈ ഫിസിക്കൽ ഡിസീസ്, സൈക്കിക് ഡിസീസ് എന്നുള്ള മാതിരി സൈക്കോസൊമാറ്റിക് എന്നൊക്കെയുള്ള രീതിയിലൊക്കെ ഒരു നിലപാടിലേക്കൊക്കെ എത്തി വരുന്നുണ്ട്. എല്ലാ രോഗങ്ങൾക്കും ഒരു മാനസികവും ശാരീരികവുമായിട്ടുള്ള പശ്ചാത്തലമുണ്ടെന്നും ഒക്കെ ഇപ്പം ആധുനിക കാലത്തും ഒക്കെ അംഗീകരിക്കപ്പെട്ടു വന്നു. പക്ഷെ വളരെ മുൻപേ തന്നെ ഇങ്ങനെ ശാരീരിക മാനസികമായിട്ടുള്ള ഒരു 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 പരസ്പര പൂരകത്വം
അംഗീകരിച്ചിട്ടുള്ള ഒരു സംവിധാനമാണ് ആയുർവേദം. അപ്പൊ ഈ പ്രകൃതി എന്നുള്ള സംഗതി ശാരീരികമായും മാനസികമായിട്ടുള്ള പ്രകടനങ്ങളെ ഉള്ളവയാണ്. അപ്പം അതിൽ ഈ മാനസിക പ്രകൃതിയെ 3 തരത്തിലാണ് വേർതിരിച്ചിട്ടുള്ളത്. മാനസിക പ്രകൃതിയെ 3 തരത്തിലാണ് പറയുന്നത്. സാത്വിക പ്രകൃതി എന്നും രാജസ പ്രകൃതി എന്നും താമസ പ്രകൃതി എന്നും പറയുന്നുണ്ട്. ഈ സാത്വിക പ്രകൃതി എന്ന് പറയുന്നത് കുറെ കൂടെ ഈ പറഞ്ഞോട്ട് നമുക്ക് വളരെ സ്വീകാര്യമായ ഗുണഗണങ്ങളും മാനസിക ഭാവങ്ങളും വളരെ കാരുണ്യവും ദയവും സത്യസന്ധതയും അങ്ങനെയുള്ള ഒരു എന്താ പറയാ നമ്മൾ ഏറ്റവും ഐഡിയൽ എന്നൊക്കെ പറയുന്ന മാനസിക ഗുണവിശേഷങ്ങളോട് കൂടിയിട്ടുള്ള ഒരു മെന്റൽ കോൺസ്റ്റിറ്റ്യൂഷൻ, മെന്റൽ മേക്കപ്പിനെയാണ് ശരിക്കും സാത്വിക മാനസ കായം എന്നാണ് തന്നെ പറയാം. ഇനി കുറച്ചുകൂടെ ഒരു അഗ്രസീവ് ആയിട്ടുള്ള ഇച്ചിരി കോമ്പറ്റീറ്റീവ് സ്പിരിറ്റോട് കൂടിയിട്ടുള്ളത് അങ്ങനെയുള്ള ഒരെണ്ണത്തിനെയാണ് കുറച്ചൊക്കെ പ്രവർത്തനോന്മുഖത്വം, കുറച്ച് ആക്ടിവിറ്റി, ഒരു എന്താ പ്രവർത്തനം ചെയ്യാനുള്ള ഒരു ആവേശവും ഒക്കെ കൂടുതലുള്ളവരായിരിക്കും രാജസന്മാരായി പറയുന്നത്. പിന്നെ കുറച്ച് ആൾക്കാരുണ്ട് താമസന്മാര്. അത് എങ്ങനെയൊക്കെ ആയാലും ആലസ്യവും മടിയും അത്യാവശ്യം ഈ പറഞ്ഞോട്ട് ദുർഗുണങ്ങളുടെ ഒരു കൂത്തരങ്ങാവാൻ സാധ്യതയുള്ളവരാ. എല്ലാ പേരും അങ്ങനെ ആവണം എന്നല്ല, പക്ഷെ അതിനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ ഇതിനെയാണ് ഈ മാനസ പ്രകൃതി എന്ന് പറയുന്നത്. അപ്പൊ മാഡം ചോദിച്ച ചോദ്യത്തിൽ 2 അംശങ്ങളുണ്ട്. ഇത് അടിസ്ഥാനപരമായ പ്രകൃതിയിൽ മാറ്റം വരാനുള്ള സാധ്യത പരിമിതമാണെന്നുള്ളതാണ് ആയുർവേദം അംഗീകരിക്കുന്ന ഒരു സംഗതി. അതായത് ഒരാള് സാത്വികനായ പ്രകൃതിയുള്ള ഒരാള്, അയാൾക്ക് ചിലപ്പം ഈ ദുർഗുണങ്ങളൊക്കെ വന്നേക്കാം, പക്ഷെ എന്നാലും അയാൾ ഈ സാത്വികതയുടെ ഒരു മെന്റൽ മേക്കപ്പിന്റെ ഒരു റേഞ്ചിനുള്ളിലേ നിൽക്കുള്ളൂ. അയാളുടെ ദുഷ്ടതരം ഒരു പരിമിതിക്കുള്ളിൽ അപ്പുറത്തേക്ക് പോവാൻ. അപ്പൊ നമുക്ക് തന്നെ അറിയാം, ചില ആൾക്കാരുണ്ട് വളരെ സമാധാനം പ്രിയന്മാരെന്ന് മനസ്സിലാക്കുന്ന ചില ആൾക്കാർ ക്ഷോഭിക്കുമ്പോൾ നമുക്ക് ആ ക്ഷോഭം കാണുമ്പോൾ ശരിക്കും അവരോട് ഭയങ്കര സഹതാപം തോന്നും. കാര്യം വെച്ച് കഴിഞ്ഞാൽ അവരുടെ ക്ഷോഭം എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ കണ്ടിട്ടുള്ള ക്ഷോഭത്തിന്റെ നിലയിൽ 7 അയലത്ത് വരില്ല. എൻ്റെ ഒരു ഗുരുനാഥൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ഈ പറഞ്ഞിട്ട് ഒരിക്കൽ ഞങ്ങളുടെ ഒരു ചർച്ച, ഒരു തർക്കത്തിന് മധ്യസ്ഥതയ്ക്ക് പോയപ്പോഴത്തേക്ക് അതിന് നമ്മളെ എതിരെ സംസാരിക്കാൻ വന്ന ഒരാളോട് ക്ഷോഭിക്കുന്നതായിട്ടാണ് സാറ് പറയുന്നത്. പക്ഷെ നമുക്ക് കണ്ടപ്പോൾ സാർ അവരോട് ഇങ്ങനെ യാചിക്കുന്ന പോലെയാ തോന്നിയത്. അപ്പൊ ഇത് ഈ പറഞ്ഞ അത് ഞാൻ പറഞ്ഞു വന്ന സംഗതി വെച്ചാല് ഈ മാനസിക കായത്തിന്റെ സ്വഭാവം ഒരു പോയിന്റ് അല്ല. ഈ പ്രകൃതി എന്ന് പറഞ്ഞ ഒരു പോയിന്റ് ആയിട്ടല്ല ആയുർവേദം, ഒരു റേഞ്ച് ആയിട്ടാണ്. ഒരു മിനിമവും മാക്സിമവും അക്കോമഡേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള റേഞ്ച്. അതിപ്പം സഹനക്ഷമതയുടെ കാര്യത്തിലാവട്ടെ, സാഹോദര്യത്തിന്റെ കാര്യത്തിലാവട്ടെ, മനുഷ്യന്മാരെ സഹായിക്കാനും ദയയും ഭൂതദയ തുടങ്ങിയുള്ള ഗുണഗണങ്ങളെ വെച്ച് നോക്കുമ്പോൾ അതിനൊരു മാക്സിമവും മിനിമവും ഉണ്ട്. ഇതേപോലെ തന്നെയാണ് രാജസവും ഒരു പോയിന്റ് അല്ല, അതൊരു റേഞ്ചാണ്. അതിനകത്ത് ഈ പറഞ്ഞ മോശമായാൽ പരമാവധി എത്ര വരെ മോശമാകും, നന്നായാൽ എത്ര വരെ പരമാവധി മോശമാകും എന്നുള്ളൊരു പരിധിയുണ്ട്. ഇതേ അവസ്ഥ തന്നെയാണ് താമസം. എല്ലാ താമസകായന്മാരും വളരെ മോശക്കാരാണെന്നല്ല, അവരും ഈ പറഞ്ഞോട്ട് വഷളായാൽ എത്ര പരമാവധി വഷളാകും, നന്നായാൽ എത്ര വരെ നന്നാവും. അപ്പൊ ഈ ഒരു റേഞ്ചിനുള്ളിലുള്ള സാധ്യതയാണ് നമുക്ക് ഈ പരിശീലനം കൊണ്ടും മാറ്റങ്ങൾ, ആ പരിധിക്കുള്ളിലുള്ള മാറ്റങ്ങളെ സാധ്യമാവുന്നുള്ളതാണ് നമ്മുടെ അനുഭവത്തിലും കണ്ടത്. അപ്പൊ ഒരു സാത്വികനായി വന്ന ഒരാൾ ഓളോണെ സഡൻ അല്ലെ ജീവിതകാലം വളരെ തപസ് പോലെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മാറ്റം പ്രകടമാവും. പക്ഷെ അവരിലുള്ള അടിസ്ഥാനപരമായ വാസന ഉള്ളിൽ തന്നെ ഉണ്ടെന്നുള്ളത് വസ്തുതയാണ്. അതിനെ പരിപൂർണമായിട്ട് നമുക്ക് തുടച്ചു നീക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമില്ല. അപ്പം രാജസ്ഥാന്മാരായിട്ടുള്ളവരുണ്ട്, പ്രധാനന്മാരായിട്ടുണ്ട്, താമസ പ്രധാനന്മാരായിട്ടുണ്ട്, സത്വഗുണ പ്രധാനന്മാരായിട്ടുണ്ട്. അതിൽ ആയുർവേദം ഇതിനെ 3 മനോഗുണങ്ങൾ എന്ന് പറയുന്നുണ്ടെങ്കിലും മനോദോഷമായി പറയുന്നത് രജസിനെയും തമസിനെയും, രാജസകായത്തിനെയും, അല്ലെങ്കിൽ ഈ വളരെ അഗ്രസീവ് ആയിട്ടുള്ളതും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ളതും കുറച്ച് ഈ കുത്തിത്തിരിപ്പും അങ്ങനെയുള്ള രീതിയിലുള്ള ഈ അവരെപ്പോഴും വളരെ ക്രിയാത്മകമായി നിൽക്കുന്നവരാണ്. ഈ ക്രിയാത്മകത ചിലപ്പോൾ നെഗറ്റീവ് ആവാം, ചിലപ്പോൾ പോസിറ്റീവ് ആവാം. പക്ഷെ അവരിൽ മുന്നിൽ നിൽക്കുന്ന എലമെന്റ് എന്ന് പറഞ്ഞാൽ ഈ പ്രവർത്തനോന്മുഖത്വം. എന്നാലോ നേരെ തിരിച്ച് ഈ താമസന്മാരിലുള്ള ഒരു സവിശേഷത എന്ന് പറഞ്ഞാൽ ആലസ്യവും മടിയുമാണ്. അപ്പം അവരെ കുത്തിയിളക്കി പ്രവർത്തനോന്മുഖമാക്കാൻ വേണ്ടി വളരെ ക്ലേശവുമാണ് താൻ. ചിലപ്പോൾ സാധിച്ചേക്കാം ചില ആഹാരങ്ങളും ചില പദ്ധതികളും. അപ്പം അതിനെയാണ് പറയുന്നത് അഭ്യാസം. അത് ഈ പരാതി ഗുണം എന്ന് പറയുന്ന ഗുണങ്ങളെ പറ്റി പറയുമ്പോൾ അഭ്യാസം, ശീലനം, സതതക്രിയ, അത് ബിഹേവിയറൽ തെറാപ്പി പോലെയുള്ള സംഗതിയൊക്കെ ഇതിന്റെ ഒരു എക്സ്റ്റൻഷൻ തന്നെയാണ്, അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ, എക്സ്റ്റൻഡ് ആപ്ലിക്കേഷൻ ആണെങ്കിൽ പറയും. നിരന്തര അഭ്യാസം, നമ്മൾ ഈ പറഞ്ഞോട്ട് ട്രെയിനിങ് ഒക്കെ, നമ്മൾ ബവൽ ട്രെയിനിങ്, ബ്ലാഡർ ട്രെയിനിങ് ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ. ജനിച്ച സമയത്ത് നമ്മൾ നേരിട്ട് മലമൂത്ര വിസർജനങ്ങൾ ഒരു നിയന്ത്രണമില്ലാതെ ചെയ്തിരുന്നു. പക്ഷെ ക്രമത്തിൽ അത് ശീലിപ്പിച്ച് ഒരു ക്ലിപ്തപ്പെടുത്തിയ സമയത്തായി കഴിയുമ്പോൾ ശരീരം ആ ഒരു ചിട്ടയോടുകൂടി പൊരുത്തമാവുകയും ആ രീതിയിൽ മാറ്റം. അപ്പൊ ഈ രീതിയിലുള്ള മാറ്റങ്ങൾ
ഈ മാനസികമായിട്ടുള്ള മെന്റൽ മേക്കപ്പ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. സ്വതവേ വളരെ അമിത ആസ്വാദനം, എരിവും പുളിയും മസാലയും ഒക്കെ കടന്ന ഭക്ഷണങ്ങൾ ഒക്കെ ഒഴിവാക്കി വളരെ മധുരം മാത്രം കഴിക്കാന്നല്ല, സ്വതവേ സ്വാദുരസപ്രധാനമായിട്ടുള്ള ഭക്ഷണങ്ങൾ, പാല്, നെയ്യ്, കഞ്ഞി തുടങ്ങിയിട്ടുള്ള വളരെ നമ്മളെ ഉത്തേജകങ്ങളായിട്ടുള്ളതും ഈ പറഞ്ഞോട്ട് രോഷാകുലരാക്കുന്നതും എരിവും പുളിയും ഒക്കെ നമുക്കറിയാം. എരിവ് കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ നല്ലവണ്ണം എരിവ് കൂടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അത് എരിവ് കൂടിയ പ്രത്യേകിച്ച് ഒരു രാജസ പ്രകൃതിക്കാരനാണെങ്കിൽ ആദ്യം പ്രകടമാക്കുന്ന ഇത് തയ്യാറാക്കി കൊടുത്ത വീട്ടുകാരോട് തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ള ആൾക്ക് ചിലപ്പം വളരെ മധുരമായിട്ടുള്ള ഒരു പായസവും മറ്റോ കൊടുത്തു കഴിഞ്ഞാൽ തൽക്കാലത്ത് പ്രകൃതിയിൽ മാറ്റം വരില്ല, പക്ഷെ തൽക്കാലത്തേക്കുള്ള ആ കോപത്തിന് ശമനം വന്നേക്കും. അല്ലെ സാന്ത്വനം, അല്ലെ സമാധാനത്തോടുള്ള തിരിച്ചുള്ള പ്രതികരണം കൊണ്ട് അതിന് സമാധാനം ഉണ്ടാക്കാൻ പറ്റും. അപ്പം ആഹാരം കൊണ്ട് മാത്രമല്ല, ഈ മാനസികമായിട്ടുള്ള ഈ ഘടനാവിശേഷത്തിലുള്ള വ്യത്യാസങ്ങളെ, ക്ലേശത്തെ മാറ്റുന്നത് കേവലം ആഹാരം കൊണ്ട് മാത്രമല്ല, അതിന്റെ സന്ദർഭവും പശ്ചാത്തലവും കൂടെ അതിനനുഗുണമാക്കി തീർത്തു കഴിഞ്ഞാൽ അതിൽ നേരത്തെ പറഞ്ഞ ഈ പരിധിക്കുള്ളില്ല, പരമാവധിയിലും മിനിമത്തിലും മാക്സിമത്തിനും ഇടയിലുള്ള ആ ഒരു റേഞ്ചിനെ നമുക്ക് ഒന്ന് സെൻട്രലൈസ് ചെയ്യാൻ, അതിന്റെ ഒരു ന്യൂട്രലിലേക്ക് കൊണ്ടെത്തിക്കാൻ പറ്റും. പിന്നെ ഈ പറഞ്ഞ സാഹചര്യങ്ങൾ വീണ്ടും പ്രശ്ന കലുഷിതമാകുമ്പോൾ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് പോകും. അവർ എത്ര മോശമാവും എന്ന് വെച്ചാൽ ഈ പരിധിക്കുള്ളിലേ മോശമാവും. അപ്പം ഇതിനകത്ത് ഈ പറഞ്ഞോട്ട് എരിവുള്ളത്, അപ്പൊ പഴകിയത്, അഴുകിയത്, ചീഞ്ഞത്, അങ്ങനെയുള്ള വസ്തുക്കളൊക്കെ കഴിക്കല്, അല്ലെങ്കിൽ നമ്മൾ സാധാരണ കേടായത് ഒക്കെ കഴിക്കുന്നത് സാധാരണ താമസമായിട്ടുള്ള ഭാവങ്ങളെ ചരിത്രത്തിൽ ഏറ്റുന്നതാണെന്നും, മദ്യം, എരിവ്, പുളി തുടങ്ങിയ സംഗതികളൊക്കെ സാമാന്യമായി പറഞ്ഞു കഴിഞ്ഞാൽ രാജസാംശത്തെ ഏറ്റുന്നതാണെന്നും, വൃത്തിയുള്ളതും ചെറു ചൂടുള്ളതും ഇച്ചിരി നേരത്തെ പറഞ്ഞ ഇച്ചിരി സ്നിഗ്ധതയേറിയതുമായിട്ടുള്ളതും ഇച്ചിരി മധുരപ്രധാനമായിട്ടുള്ള സംഗതികളൊക്കെ സാധാരണയായി സാത്വികാംശത്തെ ശരീരത്തിൽ ഏറ്റുന്നതാണെന്നും, അധികമായിട്ടുള്ള രുചിവർദ്ധകമായ സാധനങ്ങൾ കയറും തോറും അത് ഈ സാത്വികമായ, ഇപ്പൊ നെയ്യ് പോലും വളരെ മസാലകളും ഒക്കെ ചേർത്ത്, ഇപ്പൊ ബിരിയാണിക്കകത്തും അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറച്ചധികം രുചിവർദ്ധകമായ സംഗതികളൊക്കെ ചേർക്കുമ്പോൾ നെയ്യുടെ പോലും ഏറ്റവും സാത്വികമായ ഭക്ഷണ പദാർത്ഥങ്ങൾ ഒന്നായി പറയുന്നതാണ് നെയ്യ്, പാല് തുടങ്ങിയ സാധനം. പക്ഷെ അത് ഈ പറഞ്ഞോട്ട് അതിനെ ഈ പറഞ്ഞ രീതിയിൽ ചേർക്കുന്നത് മറ്റേ അമ്മാതിരിയുള്ള വളരെ ഉത്തേജകമായിട്ടുള്ളതും വളരെ കൃത്രിമമായ രുചിവർദ്ധകമായ സംഗതികളോടൊക്കെ ചേർത്ത് സംസ്കരിച്ചു കഴിഞ്ഞാൽ, അതിനെ പാകം ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ സ്വാഭാവിക ഗുണത്തിൽ കുറച്ച് വ്യത്യാസം വരും. എന്നാലും അത് നെയ്യുടെ ഗുണത്തെ ചെയ്യും. പിന്നെ മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഈ നെയ്യ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ശരീരത്തിന്റെ നിലനിൽപ്പിന് ആവശ്യം വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാവങ്ങളിൽ ഒന്നാണ് ഈ ഈർപ്പം അല്ലെങ്കിൽ സ്നിഗ്ധത അല്ലെങ്കിൽ മെഴുക്ക് എന്ന് പറഞ്ഞ സാധനം. പക്ഷെ ഇന്ന് ഈ കൊളസ്ട്രോളിനെയൊക്കെ ഭയപ്പെട്ടിട്ട് സകലമാന ആൾക്കാരും ഒരു 50 കഴിഞ്ഞാൽ ഭാര്യയ്ക്ക് ഭർത്താവിനോടും ഭർത്താവിന് ഭാര്യയോടും സ്നേഹം കൂടുതലുണ്ടെങ്കിൽ ഒരു കാരണവശാലും മെഴുക്ക് കഴിക്കരുതെന്നുള്ള രീതിയിലുള്ള ഭയങ്കര സ്നേഹം കൂടുതൽ കൊണ്ട് ചെയ്യുന്നതാണ്. പക്ഷെ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ ഓർമ്മക്കുറവിലേക്കും ഡിമെൻഷ്യ, പാർക്കിൻസോൺസും പോലെയുള്ള പല രോഗങ്ങളിലേക്കും അത് കാരണമായി തീരും നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. അടുത്ത കാലത്തുള്ള പല സ്റ്റഡീസ് അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം അതിന് പുറകിൽ കച്ചവട താല്പര്യങ്ങളില്ലാതെ ശാസ്ത്രമായിട്ട് ബന്ധമൊന്നും ഇല്ലാത്തതാണ് പലപ്പോഴും സംഭവിക്കുന്നത്. നമുക്കറിയാം നമ്മുടെ ശാസ്ത്രം തന്നെയാണ് കാരണം. അത്രത്തോളം എന്താ പറയുക, പരീക്ഷണങ്ങൾ അതിജീവിച്ചു വന്ന പൗരാണിക ശാസ്ത്രത്തിന് തീർച്ചയായും അതിന്റെ പ്രാധാന്യമുണ്ട്. അപ്പൊ ലത ഡോക്ടറെ സംശയം ഏതാണ്ട് ഒരു കാര്യം കൂടെ. അപ്പൊ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ഇതുപോലെ ഈ പ്രകൃതം, നല്ല പ്രകൃതത്തിലോട്ട് ഈ കുട്ടിയെ ബാലൻസ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റിയ ആഹാര രീതികളാണല്ലോ പണ്ട് മുതലേ നമ്മൾ ഇവിടെ അനുഷ്ഠിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. അപ്പം ഇപ്പോൾ അതിന് മാറ്റം വന്നിട്ടുണ്ട്. അപ്പൊ അതിന് എന്തുമാത്രം പ്രാധാന്യവും കൂടെ ഉണ്ടെന്ന് സമയമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പിന്നീട് പറഞ്ഞാലും മതി. അടുത്ത ക്ലാസ്സിൽ ഇനിയിപ്പോ രണ്ടുപേരും കൂടെ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ശരി ആയിക്കോട്ടെ. നന്ദി നമസ്കാരം. ഹരിഹരൻ സാറ് സംസാരിക്കണം. ഹരിഹരൻ സാറ് അൺമ്യൂട്ട് ചെയ്യാമോ? രമാദേവ് ഡോക്ടറെ കേൾക്കാമോ? കേൾക്കാം. ഈ ലത ഇപ്പൊ ചോദിച്ച ചോദ്യത്തിന് ശരിക്കുള്ള ആൻസർ കിട്ടണമെങ്കിൽ ഗീതയിലെ എന്താ പറയുന്നത് 18ാമത്തെ അധ്യായത്തില് നല്ല ശരിക്കും അതൊന്ന് വായിക്കുകയാണെങ്കിൽ ലത അത് ആ ഭക്ഷണത്തിന്റെ സാത്വികം, താമസികം, രാജസം എന്ന് പറയുന്ന ആ ഭക്ഷണത്തിന്റെ ശരിക്കുള്ള രീതി നമുക്ക് മനസ്സിലാവും. പിന്നെ രണ്ടാമത് ഇപ്പൊ ഡോക്ടർ പറഞ്ഞു, സേതുരാജ് പറഞ്ഞു, സേതുരാജ് നല്ല അസലായിരുന്നു ഇത് നിങ്ങളുടെ എന്താ പറയുക ഈ പ്രഭാഷണം. പിന്നെ നമ്മളും പറയില്ലേ
ശരീരത്തിനും മനസ്സിനും കൊടുക്കുന്ന ഭക്ഷണം, അതായത് വാട്ട് യു തിങ്ക് ആൻഡ് വാട്ട് യു ഈറ്റ് ഈസ് വാട്ട് യു ആർ എന്നല്ലേ പറയുന്നത്. അതുപോലെ തന്നെ ഈ നാച്ചുറോപ്പതിക്കാരും പറയുന്നത് 3 hours ഭക്ഷണം കഴിക്കണം എന്നാണ്. പിന്നെ അതുപോലെ തന്നെ ഞങ്ങളും പറയും ഈ സപ്രഷൻ, ശാരീരികമായിട്ടായാലും മാനസികമായിട്ടായാലും സപ്രഷൻ ലീഡ്സ് ടു സം ഡിസീസസ്. പിന്നെ അതിൽ IBS, നമ്മള് ഇറിറ്റബിൾ ബowel സിൻഡ്രോമത്തില് ഞങ്ങൾക്കുള്ള ഒരു ഇമ്പോർട്ടന്റ് മെഡിസിൻ ആണ് അർജന്റീൻ നൈട്രിക്കം. അർജന്റീൻ നൈട്രിക്കം പേഷ്യൻസ് കിട്ടുന്നത് ഇന്നാമനെ ഭക്ഷണം ഇതാ ചട്ടി എന്ന് പറയും എന്ന് പറഞ്ഞ പോലെയാണ്. ഭക്ഷണം കൊടുക്കുന്നതിന് മുമ്പ് അവര് തിരിച്ച് പാത്രം കൊടുക്കും. അങ്ങനെയുള്ളവർക്ക് അർജന്റീൻ നൈട്രിക്കം ഞങ്ങൾക്ക് നല്ല അസല് മെഡിസിൻ ആണ്. അപ്പോൾ അതുപോലെ തന്നെ പിന്നെ ഡോക്ടർ പറഞ്ഞില്ല, മനോജ് പറഞ്ഞു എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ടല്ലേ ഇരിക്കണേന്ന്. മിക്കവാറും എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ടായിരിക്കണേ. കാരണം ബുഭുക്ഷിതം പ്രതിവാദി കിഞ്ചിതെന്നാണ്. വിശക്കുന്നവന് ഒന്നും മനസ്സിലാവില്ല. അപ്പൊ വല്ലതും മനസ്സിലാവണമെങ്കിൽ വല്ലതൊക്കെ കഴിച്ചിട്ടേ ഇവിടെ ഇരിക്കുള്ളൂ. എന്തായാലും സേതുരാജ് നന്നായിരുന്നു, നല്ല അസലായിരുന്നു. ഇനിയും ഇതുപോലെയുള്ള ഓരോ കാര്യങ്ങളും കൊണ്ട് വരണം. ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഞങ്ങൾക്ക് അറിവ് കുറവാണ്. അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം പറഞ്ഞു തരണം. ഞങ്ങൾക്ക് ഉപകാരപ്രദവും ഞങ്ങളുടെ പേഷ്യൻസിനും ഞങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. താങ്ക് യു ലോട്ട്. അതെ, ഷുത്ത് കൊണ്ട് ഏറ്റവും ധീരനാകുന്നു ഞാൻ, ഷുത്തിനെ തീർപ്പോരെ കണ്ടില്ലെന്നും എന്നൊരു അവസ്ഥയില്ലാന്ന് തോന്നുന്നു. ഹരിഹരൻ സാറിലേക്ക് പോവാം. ഹരിഹരൻ സാറ് സംസാരിക്കാമോ? ഞാൻ വേറൊന്നുമില്ല, എനിക്ക് ഡോക്ടർ സേതുരാജനോട് വളരെ ബഹുമാനം തോന്നുന്നു. ബിക്കോസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സേതുരാജനോട് മാത്രമല്ല, നമുക്ക് ആയുർവേദിക് സിസ്റ്റത്തിനോടും എനിക്ക് വളരെയധികം ബഹുമാനം തോന്നുന്നു. എന്തുകൊണ്ടെന്നാൽ ഹോമിയോപ്പതി എൻ്റെ ഒരു കാഴ്ചപ്പാടില് ഇൻകംപ്ലീറ്റ് ആണ്. കംപ്ലീറ്റ് ആണെന്ന് ആര് പറഞ്ഞാലും ഞാനത് അംഗീകരിക്കത്തില്ല. ഇറ്റ് ഈസ് ഇൻകംപ്ലീറ്റ്. അത് കോംപ്രഹെൻസീവ് അല്ല. അതിനകത്ത് ഒത്തിരി ലാക്കുണയുണ്ട്. ആ ലാക്കുണയിലുള്ള ഒന്നാണ് ഈ ആഹാരത്തെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ളത്. അത് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഓരോ രാജ്യത്തിനും കാലാവസ്ഥാ ഭേദം അനുസരിച്ച് ഈ ഫുഡിന് വ്യത്യാസമുണ്ട്. ഇപ്പോൾ വെസ്റ്റേൺ കൺട്രീസിലുള്ളവരുടെ ഫുഡും നമ്മുടെ ഈസ്റ്റേൺ കൺട്രീസിലുള്ളവരുടെ ഫുഡും തമ്മിൽ ധാരാളം വ്യത്യാസമുണ്ട്. ഉഷ്ണമേഖല പ്രദേശത്തുള്ള ആൾക്കാരുടെ ഭക്ഷണവും ശീത മേഖലയിലുള്ളവരുടെ ഭക്ഷണം തമ്മിൽ ഒത്തിരി വ്യത്യാസം. അവർക്ക് അത് ആവശ്യമാണ്, നമുക്ക് അത് ആവശ്യമില്ല. കാര്യം നമ്മുടെ ഫുഡ് അങ്ങനത്തെ ഫുഡാണ്. ആ രീതിയിലാണ് ആയുർവേദത്തെ ഭാരതീയ ഒരു സിസ്റ്റം എന്നുള്ള നിലയിൽ ആയുർവേദത്തെ ആരോഗ്യവും ഭക്ഷണവും ക്രമീകരിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. പക്ഷെ അതുകൊണ്ട് തന്നെ നമ്മുടെ ക്യാരക്ടേഴ്സും വ്യത്യാസമുണ്ട്, നമ്മുടെ ആറ്റിറ്റ്യൂഡ് എല്ലാം വ്യത്യാസമുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഉദാഹരണം ഞാൻ ഒത്തിരി നീട്ടുന്നില്ല, കാര്യം വേറെ ആൾക്കാരുണ്ടായിരിക്കാം. ഇപ്പൊ തന്നെ ഒളിമ്പിക്സ് വന്നപ്പോ കണ്ടോ, ഈ അനിമൽ എനർജി എന്ന് പറയുന്നത് എനർജി കൂടുതലായിട്ട് കേൾക്കാമോ അത്? ഈ അനിമൽ എനർജി കൂടുതൽ കിട്ടുന്നത് വെസ്റ്റേൺ ഫുഡിൽ നിന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. അതേസമയം നമ്മുടെ ഭാരതത്തിലെ ഫുഡ് ഈ അനിമൽ എനർജി വളരെ ലഘുവാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സ്പോർട്സിലും മറ്റു കാര്യത്തിലും വളരെ നമ്മൾ പുറകോട്ട് പോകുന്നതിൻ്റെ ഒരു കാര്യം അതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതേസമയം രോഗാവസ്ഥ എന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയും. ഭാരതത്തിൽ തന്നെയാണെങ്കിലും പൊതുവെ ഈ വെജിറ്റേറിയൻ ഫുഡ് കഴിക്കുന്നവർക്ക് രോഗങ്ങൾ കുറവായിട്ടാണ് കാണുന്നത്. നമ്മളൊരു മെഡിക്കൽ കോളേജിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഈ റിലീജിയൻ വൈസ് നമ്മൾ അത് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ബ്രാഹ്മിൻസിനാണെന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ രോഗം കുറവെന്ന് എനിക്ക് തോന്നുന്നു. അത് എൻ്റെ ഒരു കാഴ്ചപ്പാടാണ്, അതെനിക്കറിയില്ല. അതേസമയം ഈ നോൺ വെജ് കഴിക്കുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ രോഗം കാണുന്നത്. ഈ ആയുർവേദത്തിലെ നോൺ വെജിനെ കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത് അതെന്ന് എനിക്ക് അറിഞ്ഞാൽ കൊള്ളാം. അതൊരു വിശദമായ മേഖലയാണ്. പക്ഷെ ഞാൻ ചുരുക്കത്തിലൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആയുർവേദം ഒരിക്കലും നോൺ വെജിനെയോ അല്ലെങ്കിൽ വെജിനെയോ ഏതെങ്കിലും കൃത്യമായ ഒന്നിനെ മാത്രമായിട്ട് എൻഡോഴ്സ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ആയുർവേദത്തിന്റെ ഈ ദ്രവ്യങ്ങളെ പറ്റിയിട്ട് ആഹാരത്തെ പറ്റിയുള്ള ഒരു തത്വം പറയുന്ന ഒരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ജഗത്തേവ മനൌഷധം ന കിഞ്ചിത് വിദ്യതേ ദ്രവ്യം വശാത് നാനാർത്ഥ യോഗയോഹോ. അതായത് വിഷമായ സംഗതി പോലും എന്തായി മാറും,
കൃത്യമായ സമയത്ത് കൃത്യമായ അളവിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് ഔഷധമായി മാറും. മാത്രമല്ല കൃത്യമെന്ന് നിർണ്ണയിക്കപ്പെട്ട ഒരു ഔഷധം സമയം തെറ്റിയും മാത്രയിൽ അല്ലാതെയും കൊടുത്തതിന് അപകടമായി തീരുകയും ചെയ്യും. മാത്രമല്ല മാംസരസത്തിനെയും ഈ ഭക്ഷ്യപദാർത്ഥങ്ങളുടെ വർഗം പറയുമ്പോൾ ഒരു മാംസവർഗം എന്ന് പറഞ്ഞിട്ട് വിവിധ തരം മാംസങ്ങളെ പക്ഷികളുടേതും മൃഗങ്ങളുടേതും ജലചരങ്ങളായ ജീവികളുടേതും എന്ന രീതിയിൽ 8 തരത്തിൽ തിരിക്കുകയും ഓരോത്തിനും സവിശേഷമായിട്ടുള്ള ഗുണവിശേഷങ്ങൾ പറയുകയും അത് ഈ പറഞ്ഞുകൊണ്ട് പല രോഗാവസ്ഥയ്ക്ക് ഔഷധമായിട്ടും രോഗാവസ്ഥയുടെ ഔഷധം കൊടുക്കുന്നതിനുള്ള മാധ്യമമായിട്ടും ആഹാരമായിട്ടും പറയുന്നുണ്ട്. പക്ഷെ പറയുന്ന ഒരു സംഗതി വെച്ചാൽ ദഹിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു സംഗതിയായിട്ടും അതുകൊണ്ട് നല്ല അഗ്നിദീപ്തിയും ദഹനശക്തി നല്ല ഉള്ളവർക്കാണ് സാധാരണ മത്സ്യമാംസാദികളൊക്കെ പറയുന്നത്. അപ്പം അത് തീരുമാനിക്കുന്ന നമ്മുടെ ലെവൽ ഓഫ് ആക്ടിവിറ്റീസും കൂടെ വെച്ചിട്ടാണ്. അപ്പോൾ വളരെ കഠിനമായ അധ്വാനം, കായിക അധ്വാനത്തിലൊക്കെ ഏർപ്പെടുന്നവർക്ക് ശരിക്കും അവരുടെ ശാരീരിക സംരക്ഷണത്തിന് ഈ മാംസരസവും മാംസം ചേർത്ത ആഹാരങ്ങളും ഒക്കെ കഴിക്കാവുന്ന ഞാൻ പലപ്പോഴും രോഗത്തിന്റെ ഇപ്പം ഏറ്റവും പ്രധാനമായിട്ട് പല രോഗചികിത്സയിലും ഒക്കെ മാംസരസം തന്നെ സവിശേഷമായിട്ട് മീറ്റ് സൂപ്പ് തന്നെ പറയുന്നുണ്ട്. പിന്നെ മാംസരസം ചേർത്ത ധാരാളം ഔഷധ പ്രയോഗങ്ങൾ ഇപ്പം രാസനാദശമൂല ഘൃതം എന്നും പിന്നെ അജമാംസ രസായനം എന്നും. അപ്പം അതില് ഈ ഘടനയൊക്കെ പറയുമ്പോൾ പറയുന്നത് എന്ന് വെച്ചാൽ മനുഷ്യ ശരീരത്തിന്റെ ഘടനയോട് എക്സാക്ട്ലി ജനറ്റിക്കലി എന്നല്ല രീതിയിലല്ല കേട്ടോ ഈ താതാത്മ്യം പറഞ്ഞത്. ഇപ്പം ശരീരത്തിന് മാംസത്തിനൊരു ശോഷം വന്നു കഴിഞ്ഞാൽ ആ മാംസശോഷത്തെ ചികിത്സ കൊണ്ട് ഭേദമാക്കിയതിനു ശേഷം അതിനെ പുനഃസ്ഥാപിക്കാനായിട്ട് മറ്റു മാംസങ്ങളെക്കാളും ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് ആട്ടിന്റെ മാംസമാണെന്നും അപ്പൊ അങ്ങനെയുള്ള നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടത് പലപ്പോഴും പ്രയോഗത്തിൽ കൊണ്ടുവരാറുണ്ട്. നമ്മുടെ ഈ കേരളത്തിൽ തന്നെ തദ്ദേശീയമായി വികസിപ്പിച്ച് ഇതിന്റെ ഒരു ഇംപ്രവൈസ്ഡ് ഫോമാണ് ഈ പോത്തും പുരാത്ത് എന്ന് പറഞ്ഞ ഒരു സാധനം. ഇപ്പം വസ എന്ന് പറഞ്ഞിട്ട് മറ്റേ മാംസത്തിന് മൊത്തത്തിലുള്ള ദ്രവ്യങ്ങളെ ആയുർവേദത്തിൽ ഇങ്ങനെ 3ആയിട്ട് തിരിക്കുന്നുണ്ട്. സ്ഥാവരം, ജംഗമം, പാർത്ഥിവം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ സ്ഥാവര വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ സസ്യലതാദികളിൽ നിന്ന് ലഭിക്കുന്നതെന്നും ജംഗമം എന്ന് പറയുന്നത് ഈ പറഞ്ഞ നടക്കുന്ന ജീവിതം 4 കാലികളിൽ നിന്ന് 2 കാലികളിൽ നിന്നും കിട്ടുന്ന വസ്തുക്കളെന്നും പിന്നെ ഭൂമിയിൽ നിന്ന് ഖനനം ചെയ്തെടുക്കുന്നവയെന്ന രീതിയിൽ ആഹാരമായിട്ടും ഔഷധമായിട്ടും ഉപയോഗിക്കുന്ന സംഗതികൾ 3ആയി തിരിക്കുന്നുണ്ട്. അതൊക്കെയും ഈ പറഞ്ഞ അവസ്ഥാനുസാരേണ പ്രയോഗിക്കുമ്പോൾ ഔഷധമായും ആഹാരമായും വിനിയോഗിക്കാം എന്നുള്ള നിലപാടാണ് ആയുർവേദത്തിനുള്ളത്. കാര്യം ആയുർവേദത്തിന്റെ ഒരു ഫിലോസഫി പറയുന്നത് അനുയായാത് പ്രതിപദം സർവധർമ്മേഷു മധ്യമം. ഇത് ഒരു നിലപാടിന് ഇതിനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇടനില പാലിച്ചു പോകുന്നതാണ് എപ്പോഴും എളുപ്പം. അപ്പൊ പറയുമ്പം അത് വളരെ എളുപ്പമാണെന്ന് തോന്നുമെങ്കിലും ഈ 2 അറ്റങ്ങളും അറിഞ്ഞ ഒരാൾക്ക് ഇടനില പാലിക്കാൻ പറ്റും എന്നുള്ളതാണ്. 2 എക്സ്ട്രീംസിനെ അറിഞ്ഞിട്ട് അതിന്റെ ഇടയിൽ എവിടെയെങ്കിലും അപ്പൊ നമ്മൾ പറയാം 2ന്റെ ഇടയിൽ എവിടെയാണല്ലോ സത്യം. അപ്പൊ സത്യത്തോട് അടുത്ത് നിൽക്കാന്ന് വെച്ചാൽ ഈ 2ന്റെയും എക്സ്ട്രീമിറ്റിസിലേക്ക് പോവാതെ ഇതിന്റെ ഒരു മാധ്യമ വൃത്തിയിലേക്ക് തുടരാനാണ് ആയുർവേദം. അതാണ് ഫണ്ടമെന്റൽ ദർശനം അതാണ്. വ്യക്തമാണ്. നമുക്ക് സമയപരിമിതിയുണ്ട്. ഹനുമാൻ പറഞ്ഞിട്ടുള്ള മോഡറേഷൻ ഇൻ എവരിത്തിങ് അതാണ് ഒറ്റ വാക്കിൽ പറഞ്ഞിട്ടുള്ളത്. സലീംകുമാർ ഡോക്ടറിലേക്ക് പോകാം. സലീംകുമാർ ഡോക്ടറെ സംസാരിക്കാമോ? സാറേ, ഒരു ഗർഭിണി ഒരു നല്ലൊരു കുട്ടിയെ സൃഷ്ടിക്കാൻ അവള് കഴിക്കേണ്ട ഭക്ഷണ രീതികൾക്ക് എന്തെങ്കിലുമൊക്കെ നിയന്ത്രണങ്ങളോ അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഗർഭിണിക്ക് പറഞ്ഞു കൊടുക്കാവുന്നത്? അത് പറയുന്നതിന് തൊട്ട് മുന്നേ തന്നെ ഈ ഗർഭത്തെ പറ്റിയിട്ടും ആയുർവേദത്തിൽ ഒരു സാമാന്യമായിട്ട് പറയുന്ന ഈ ഗർഭകാലം വളരെ സുഗമമാവുകയും ഗർഭിണിയുടെ ഉണ്ടാവുന്ന കുഞ്ഞ് ആരോഗ്യവാനായി ഉണ്ടാവണമെങ്കിൽ അതിന്റെ തയ്യാറെടുപ്പിനെ പറ്റി പറയുമ്പോഴത്തേക്ക് ശുക്രാർത്ഥങ്ങളുടെ ശുദ്ധി തൊട്ട് പറയാം. ഋതുക്ഷേത്ര അമ്പുബീജങ്ങൾ, അതായത് ഈ കല്യാണം കഴിച്ച് പുത്രകാമത്തിനോ പുത്രീകാമത്തിനോ താല്പര്യമുള്ള ദമ്പതിമാര് സ്വയം ശാരീരികമായി അവരെ സജ്ജീകരിക്കണം എന്നുള്ള നിർദ്ദേശമുണ്ട്. അതിന് പുംസവനം എന്നൊരു പ്രക്രിയയുണ്ട്. പുരുഷന്റെ ശുക്രത്തിന്റെ ഗുണനിലവാരം ഉയർത്തുന്ന രീതിയിൽ ചില സവിശേഷമായ ഭക്ഷണ പദാർത്ഥങ്ങൾ, സ്ത്രീകളുടെ ശാരീരികമായിട്ടുള്ള അവയവപരമായിട്ടുള്ള സൗഷ്ഠവത്തിന് വേണ്ടിയിട്ടുള്ള ചില സജ്ജീകരണങ്ങൾ പറയുന്നുണ്ട്. സാമാന്യം ഒരു ഒറ്റ ചുരുക്കത്തിൽ ഈ പറയാനാണെങ്കിൽ സൗമ്യമായ ഔഷധങ്ങൾ, സൗമ്യമായ ദ്രവ്യങ്ങളെ കൊണ്ട് പുരുഷന്റെ ശരീരത്തെയും ശുക്രത്തെയും സംരക്ഷിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണമെന്നും ആഗ്നേയമായ കുറച്ച് ഫിയറി കോൺസ്റ്റിറ്റ്യൂഷൻ, അതിനെ ഈ മറ്റേ ഹോമിയോയുടെ ആ സങ്കല്പത്തിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഈ അതിനെ അഗ്നിഷോമി എന്ന് പറഞ്ഞാൽ ഒന്ന് മറ്റേ ഇങ് യാങ് എന്നൊക്കെ പറഞ്ഞ ചൈനീസ് മെഡിസിൻ ഉള്ളത് പോലെയും, അല്ലെങ്കിൽ പൗരസ്യ ദർശനത്തിന്റെ അഗ്നിഷോമി ആഗ്നേയമെന്നും സൗമ്യമെന്നും. സൗമ്യം വെച്ചാൽ ചന്ദ്രനെ പോലെ ശീതളമായ തണുപ്പുള്ളതെന്നും പുരുഷനെ സംബന്ധിച്ചോളം ഈ ആർത്തവം പോലെയുള്ള സാധനം ഒക്കെ പ്രവർത്തിപ്പിക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന സംഗതികൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ചൂട്, ശരീരത്തിലുള്ള ചൂടിനെ കൂട്ടുന്നത്, ഇപ്പൊ തൊട്ടാൽ ചൂടെന്നല്ല മെറ്റബോളിസത്തേക്ക് എൻഹാൻസ് ചെയ്യുന്ന രീതിയിലുള്ള സംഗതികളെയാണ് ആഗ്നേയമായതെന്ന് പറയുന്നത്. എന്നാൽ ശരീരത്തിനെ ഒന്ന്
ഒന്ന് ടോൺ ഡൗൺ ചെയ്യുന്നത്, ഒന്ന് കൂൾ ചെയ്യുന്നതെങ്കിൽ അതിലാണ് പുരുഷന്റെ ഭാഗത്ത് നിന്ന്, അതായത് ഫ്രറ്റേണൽ പാർട്ടിനെ നറിഷ് ചെയ്യാൻ വേണ്ടി സൗമ്യമായ സംഗതികളും മെറ്റേണൽ പാർട്ടിനെ നറിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്നേയമായ സംഗതികളും കൊടുക്കണം എന്നും, പിന്നെ ശാരീരിക അവയവങ്ങളുടെ ശുദ്ധിയൊക്കെ വരുത്തിയതിനു ശേഷം ഇതിൽ വേറൊരു സംഗതി ഉണ്ട്, സങ്കല്പത്തോടുകൂടി നല്ലൊരു കുഞ്ഞുണ്ടാവണമെന്നുള്ള സങ്കല്പത്തോടുകൂടി ഈ കാർണൽ അപ്പറ്റൈറ്റിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയുള്ള താല്പര്യത്തോടുകൂടി ഉണ്ടാവുന്ന കുട്ടികളിൽ ഈ ഇങ്ങനെയുള്ള ഈ വേൾഡ്ലി സംഗതികൾ, പ്ലഷേഴ്സിലോ അല്ലെ മെറ്റീരിയൽ സാധനത്തിന്റെ പിന്നാലെയുള്ള ഒരു താല്പര്യം കൂടി വരാൻ സാധ്യത. എന്നാൽ ഈ പറഞ്ഞ രീതിയിൽ ഒരു നല്ല കുഞ്ഞിന് വേണ്ടിയുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ടുള്ള ഒരു സംയോഗത്തിൽ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് ഈ പറഞ്ഞ തൊട്ട് ആ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നും, ഇത് ബലവൃദ്ധികര ഭാവം, ഇത് ഗർഭോത്പാദനത്തിനുള്ള സമയം ഈ പറഞ്ഞോട്ട് ചിട്ടപ്പെടുത്തി കുറച്ച് ബലപ്പെടുത്തുന്ന ഒരു സീസണില് ബലപ്പെടുത്തുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങളോടുകൂടി സ്ത്രീയുടെയും പുരുഷന്റെയും ശാരീരികമായ സാഹചര്യങ്ങളെ ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട്, ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മളിത് ശ്രമിച്ച് പരാജയപ്പെട്ടതിന് ശേഷം ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് എന്നൊക്കെ പറഞ്ഞ രീതിയിൽ ഒരു ശ്രമം നടത്തുമ്പോഴാണ് നമ്മൾ ഇതിനെപ്പറ്റി ശ്രദ്ധേയരാവാറുള്ളൂ. ഇല്ലെങ്കിൽ സ്വാഭാവികം നടന്നൊരു പ്രക്രിയയായിരുന്നു. അത് നമ്മുടെ ജീവിതചര്യയിലും ആഹാരത്തിലും വന്നുള്ള വൈഷമ്യങ്ങളെ കൊണ്ട് പലപ്പോഴും പല തടസ്സങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു ഇപ്പം ഈ ഇൻഫെർട്ടിലിറ്റിയുടെ ഒരു സാഹചര്യം വല്ലാണ്ട് കൂടിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്കൊന്ന് ഹോമിയോയിൽ ഞാൻ അറിഞ്ഞത്തോളം ഈ ഇൻഫെർട്ടിലിറ്റിയുടെ മാനേജ്മെന്റ് വേണ്ടി സവിശേഷമായ ചില പദ്ധതികളും പരിപാടികളും ഒക്കെ നടക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുമുണ്ട്. പല ഈ മറ്റേ അവയർനെസ് പ്രോഗ്രാമിലൊക്കെ വന്നിട്ട് ആയുർവേദത്തിലും ആ രീതിയിൽ സമഗ്രമായ സുപ്രജാന്നോ ഒക്കെ പറഞ്ഞിട്ടുള്ള പദ്ധതികളൊക്കെ നടക്കുന്നു. അപ്പൊ അതിനകത്ത് ശരിക്കും ഈ ഗർഭിണി ആവുന്നതിന് മുന്നേ തന്നെ തയ്യാറെടുപ്പ് തുടങ്ങണം. പിന്നെ ഗർഭിണി ആയിക്കഴിഞ്ഞാൽ ഗർഭത്തിന്റെ സുസ്ഥിരമായ വളർച്ചയ്ക്ക് ഏറ്റവും അടിസ്ഥാനപരമായ സാധനം ഭക്ഷണത്തെക്കാൾ ഒരു മനസമാധാനമാണ്. അതുകൊണ്ടാണ് പറഞ്ഞു ചരക സമിതിയിൽ അങ്ങനെ ഒറ്റ വാക്കിൽ പറയുന്നുണ്ട്, സൗമനസ്യം ഗർഭകരാണാം ശ്രേഷ്ഠം. ഈ മാനസിക സംഘർഷങ്ങളില്ലാത്ത ഒരു പ്രസവകാലം, ഗർഭകാലം ഉറപ്പാക്കാൻ കഴിഞ്ഞാൽ തന്നെ പകുതി പ്രശ്നം മാറി. പിന്നെ ഈ കുഞ്ഞിന്റെ വളർച്ച ഏറ്റവും പ്രധാനമായി സ്വാധീനിക്കുന്ന അമ്മയുടെ ആഹാരം തന്നെയാണ്. അപ്പൊ അമ്മയുടെ ആഹാരത്തിൽ ഈ പറഞ്ഞോട്ട് നേരത്തെ പറഞ്ഞ രാജസ താമസങ്ങളുടെ ഒരു സാന്നിധ്യമൊക്കെ കുറച്ചൊന്ന് കുറയ്ക്കുകയും ഒരു സാത്വികമായ രീതിയിലുള്ള ഭക്ഷണം കൊടുക്കുകയും, ഭക്ഷണം മാത്രമല്ല കേട്ടോ, മാനസിക സന്ദർഭം ഇപ്പം വളരെ അജിറ്റേഷൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ള വൈകാരിക വിക്ഷോഭങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലുള്ള സീരിയലുകൾ നിരന്തരം കണ്ടുകൊണ്ടിരുന്നാൽ അതിന്റെ റിഫ്ലക്ഷൻസും ഈ വളർന്ന കുഞ്ഞിൽ വന്നേക്കാം എന്നുള്ളതും വളരെ ഈ ജർമ്മനിയിലൊക്കെ നടന്ന പഠനത്തിൽ ഈ പറഞ്ഞോട്ട് ഈ ബാക്ക്ഗ്രൗണ്ട്, ഇമോഷണൽ ബാക്ക്ഗ്രൗണ്ട്, സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ വെച്ചിട്ടുള്ള കൊഹോർട്ട് സ്റ്റഡി നടത്തിയതിന്റെ ഒരു റിപ്പോർട്ട് സ്ട്രോസ്ബർഗ് യൂണിവേഴ്സിറ്റി വർഷങ്ങൾക്ക് മുന്നേ നടന്നതായിട്ട് കേട്ടിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇത് ശരിക്കും ഭക്ഷണം മാത്രമല്ല, മാനസിക സാഹചര്യം കൂടും. അത് മാത്രമല്ല ഈ ഒരു നിർദ്ദേശം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ ഇതിനെ പറ്റിയിട്ട് തൽക്കാലത്തേക്ക് ഒതുക്കാന്ന് വെക്കുന്നു. അതായത് ഉപാധി പ്രിയഹിതൈഹി ഭർത്താഭൃത്യശ്ച ഗർഭധർ, അതായത് ഗർഭിണിയായ സ്ത്രീയെ ഭർത്താവും അവരുടെ പരിചാരകരും ഒക്കെ പ്രിയങ്ങളും ഹിതകരങ്ങളുമായ സംഗതികൾ. അപ്പൊ പ്രിയഹിതങ്ങളും, ഹിതം എന്ന് പറഞ്ഞാൽ ഏത് ഗുണം വെച്ചിട്ട് ഭക്ഷണ പദാർത്ഥം, ഹിതം എന്ന് പറഞ്ഞാൽ മനസ്സിന് ഇണങ്ങുന്നത്. അപ്പൊ മനസ്സിന് മാനസികമായ സമാധാനം ഉണ്ടാക്കുന്ന രീതിയിലുള്ള സാഹചര്യങ്ങളും ഒക്കെ ഉറപ്പാക്കിക്കൊണ്ട് അതിനനുഗുണമായ പോഷകസമൃദ്ധമായ ആഹാരം എത്തിച്ചു കഴിഞ്ഞാൽ ഈ ഗർഭത്തിന്റെ വളർച്ച ആരോഗ്യമായി തുടർന്നുള്ള സാമാന്യമായി ഞാൻ പറയാം. വിശേഷമായി പറയാനാണെങ്കിൽ അത് കുറച്ച് സമയമെടുക്കുന്നതെന്ന് വേണമെങ്കിൽ തയ്യാറാക്കി വേണമെങ്കിൽ പറയാവുന്നതാണ്. നമുക്ക് മുന്നോട്ട് വെക്കാം. നമുക്കറിയാം സ്ത്രീസു ദുഷ്ടാസു വാഷ്ണേയ ജായതയ വർണ്ണ സങ്കര ഗീതയിൽ പറയാൻ അത്രത്തോളം പ്രാധാന്യമുണ്ട്. രമാദേവ ഡോക്ടറെ 1 മിനിറ്റ്, നമുക്ക് വൈകിട്ട് സമയമായി. രമാദേവ ഡോക്ടർ എന്തെങ്കിലും പറയാനുണ്ടോ? പറയണം. അതായത് ഇപ്പൊ ഇതില് ചോദിച്ചില്ലേ, ഡോക്ടർ സേതുരാജ് പറഞ്ഞു നമ്മുടെ ഹോമിയോപ്പതിയിൽ ഇതുപോലെയുള്ള മരുന്നുണ്ടെന്ന്. തീർച്ചയായിട്ടും ഉണ്ട്, ഞങ്ങൾക്കും ഉണ്ട് ഇതുപോലെ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, കൂടുതൽ അവിടെ ചൂട് അനുഭവപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ ബൊറാക്സ് എന്ന് പറഞ്ഞ ഒരു മരുന്ന് കൊടുക്കും. അതേ സമയത്ത് അവിടെ ഒരു ഐസി കോൾഡ്നെസ് ആണെങ്കിൽ ബോറിക് ആസിഡ് കൊടുക്കും. അത് ഞങ്ങൾക്ക് അങ്ങനെയാണ് ഞങ്ങൾ ഈ ഇൻഫെർട്ടിലിറ്റിയിൽ ട്രീറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മനസ്സിന്റെ ഇതെന്ന് പറഞ്ഞു, ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾ ഈ പേഷ്യൻ്റ് അവർ വരുമ്പോൾ അവരെ ഒരു രോഗിയായിട്ടല്ല, അവർ ഹൃദയം നുറുങ്ങി വരുന്നവരായിട്ട് കണക്കാക്കിയിട്ട് ഞങ്ങൾ അവരെ കൗൺസിൽ ചെയ്ത് അവരുടെ മാനസികമായിട്ട് അവരെ ഒന്ന് ശാന്തപ്പെടുത്തിയിട്ട്, എന്നെ സംബന്ധിച്ചോളം ഞാനും ശാന്തയൊക്കെ അങ്ങനെയാണ്, അങ്ങനെ കൊടുത്തിട്ട് ഞങ്ങൾ മെഡിസിൻ കൊടുക്കുള്ളൂ. അപ്പൊ തന്നെ അവർ പകുതി ആശ്വാസത്തോടെ ഫസ്റ്റ് സിറ്റിംഗ് കഴിയുമ്പോൾ തന്നെ അവർ പറയും, ഡോക്ടറെ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ആശ്വാസം തോന്നുന്നുണ്ട്, ഞങ്ങൾക്ക് ഭയങ്കര ഹാപ്പിനെസ് തോന്നുന്നുണ്ട്, ഞങ്ങൾക്ക് ഒരു കിട്ടും എന്നുള്ളൊരു ഇതുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അവർ പോകുന്നത്. ഞങ്ങൾ ആ മാനസികമായിട്ടുള്ളതിന് ഞങ്ങൾ വളരെയധികം ഞങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ മെഡിസിൻസും. നമുക്ക് അവസാനിപ്പിക്കാൻ സമയമാകുന്നു. ഷൈല ഡോക്ടറെ നന്ദി പറയാം. ഡോക്ടർ ഷൈല, അൺമ്യൂട്ട് ഡോക്ടറെ.
ഡോക്ടർ ഉറക്കമായ? ഡോക്ടർ ശൈല ഉണ്ടോ? ഞാൻ തന്നെ നന്ദി പറയാം. തീർച്ചയായിട്ടും. അതെ, തീർച്ചയായിട്ടും. ഹാട്രിക് ചാൻസ്. ഒന്ന് തെറ്റിയാ മൂന്നെന്ന് പറഞ്ഞത് ഈ രണ്ടെണ്ണത്തിൽ ഞാനാണ് ഇത് സേതുരാജിന് നന്ദി പറഞ്ഞത്. ഇപ്പോഴും ഞാൻ എന്റെ ഹൃദയംഗമായ നന്ദി എന്റെ പേരിലും ഈ IFPHന്റെ പേരിലും ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഇനിയും വരണം. ഇനിയും ഞങ്ങൾ ഇങ്ങനെയുള്ള ദിനചര്യകളെല്ലാം ഇത് കണ്ടുപിടിച്ചിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള ഉപദേശങ്ങളെല്ലാം തരണം. താങ്ക് യു എ ലോട്ട്. തീർച്ചയായിട്ടും അറിവിന്റെ ആനന്ദ സാഗരത്തിൽ ആറാടിക്കാനെങ്കിൽ കഴിഞ്ഞു. തീർച്ചയായിട്ടും തുടരണം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പരിപാടിയുടെ അവസാനിപ്പിക്കുകയാണ്. നാളെ വീണ്ടും ഒരു പുതിയ വിഷയമായി വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം, ശുഭനിദ്ര. ശുഭനിദ്ര. എല്ലാവർക്കും ഗുഡ് നൈറ്റ്.